അൻവറിൻ്റെ പശ്ചാത്തലം ഇടതുപക്ഷ പശ്ചാത്തലമല്ല. അൻവർ വന്ന വഴിയുണ്ട്. അൻവർ വന്ന വഴി കോൺഗ്രസിൻ്റെ വഴിയാണ്. ശരിയാണെന്ന് ഞാൻ പഴയ കോൺഗ്രസ് തന്നെയല്ലേ, എന്താ തർക്കം? ഞാൻ പഴയ കോൺഗ്രസ് ആണല്ലോ. EMS ആരായിരുന്നു? KPCC സെക്രട്ടറി EMS. നിയമപ്രകാരമല്ലാത്ത, നിയമപ്രകാരം സ്വീകരിക്കാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായി ചെയ്തിട്ടുണ്ടാവില്ല. ആ ചെയ്യാത്തതിനൊക്കെയുള്ള വിരോധം വെച്ച് വിളിച്ചു പറഞ്ഞാൽ അതിൻ്റെ മേലെയൊന്നും മാറ്റുന്നതല്ല അത്തരം ആളുകളെ. അത് മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ തെറ്റിദ്ധരിപ്പിക്കലിൽ നിന്നും ഞാനൊരു കാര്യം ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ P. ശശിക്കെതിരെ രാഷ്ട്രീയ ആരോപണങ്ങൾ മാത്രം അതുവരെ ഉന്നയിച്ചത്. ഈ കള്ളക്കടത്ത് സംഘത്തിൽ നിന്നൊരു പങ്ക് പോലും ശശി പറ്റുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. എങ്ങനെ കഴിഞ്ഞ മനുഷ്യരാ കണ്ണു തട്ടിയതാകും, അല്ലാതെ തരമില്ല. അൻവർ വന്ന വഴി കോൺഗ്രസിന്റേതാണെന്നും P. ശശി വഴിവിട്ടൊന്നും ചെയ്യാത്തതിന്റെ കൊതിക്കറിവാണെന്നും തള്ളി പറഞ്ഞു കളഞ്ഞു വലിയ PV. എന്നെ വേണ്ടെങ്കിൽ വേറെ വഴി നോക്കിക്കൊള്ളാമെന്ന് പിണങ്ങി പറഞ്ഞു കളഞ്ഞു നിലമ്പൂർ PV. വയനാടൻ ദുരിതാശ്വാസ കണക്കിലെ വാർത്താപിശകിൽ മാധ്യമങ്ങളെ നിർത്തിപ്പൊരിച്ച ശേഷമാണ് മുഖ്യമന്ത്രി വിവാദങ്ങളെ അഭിമുഖീകരിച്ചത്. പഠിച്ച മറുപടികൾ, സ്വർണ്ണക്കടത്തിന്റെ കണക്ക് മുതൽ ജയറാം പടിക്കലിന്റെ ആത്മകഥ വരെ എഴുതി തയ്യാറാക്കിയ മറുപടികൾ, അജിത് കുമാറിനെയോ P. ശശിയെയോ തൊട്ടുകളിക്കാനില്ല എന്ന തുറന്ന പ്രഖ്യാപനം, RSS ബന്ധത്തിലും അനധികൃത സ്വത്ത് സമ്പാദനത്തിനുമെല്ലാം അന്വേഷണ ശേഷം എന്ന പരിച. പക്ഷേ PV അൻവറിനെ കാരുണ്യമില്ലാതെ തള്ളി പറഞ്ഞു. 5 മണിക്ക് കാണാമെന്ന് പറഞ്ഞ അൻവർ മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ച ഗൂഢസംഘത്തെക്കുറിച്ച് പഴി പറഞ്ഞു. P. ശശിയോട് മുഖ്യമന്ത്രിക്കുള്ള വിശ്വാസം തനിക്കില്ല എന്ന് തുറന്നും പറഞ്ഞു. PVയും നേർക്കുനേരോ. മുഖ്യമന്ത്രിയുടെ മറുപടി ആർക്കൊക്കെയുള്ളത്? PV അൻവർ പുറത്തേക്കോ? P. ശശിക്ക് സംരക്ഷണ കവചമോ? ഈ ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ഇന്ന് വിശദമായ ചർച്ചയ്ക്ക് മുന്നോട്ട് വെക്കുന്നത്. നമ്മളോടൊപ്പം അതിഥികൾ ചേരും. അഡ്വക്കേറ്റ് K. അരുൺകുമാർ CPM-ൽ നിന്ന്, ഡോക്ടർ ജിൻഡോ ജോൺ കോൺഗ്രസിൽ നിന്ന്, ശ്രീ ഷാഫി ചാലിയം മുസ്ലിം ലീഗിൽ നിന്ന്, അഡ്വക്കേറ്റ് JR പത്മകുമാർ BJP-യിൽ നിന്ന്. വിശദമായ ചർച്ചയിലേക്ക് കടക്കാം. അഡ്വക്കേറ്റ് K. അരുൺകുമാർ, അങ്ങേക്കെന്നെ കേൾക്കാമോ? ശ്രീ K. അരുൺകുമാർ, PV അൻവർ ആവർത്തിച്ചു പറയുന്നത് MR അജിത് കുമാർ, P. ശശി എന്നൊക്കെയാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയെ തള്ളി പറഞ്ഞുകൊണ്ട് തനിക്കൊന്നും നേടാനില്ല എന്നുകൂടി പറയുന്നു. പക്ഷേ ഓരോ തവണ MR അജിത് കുമാർ എന്നും ഓരോ തവണ P. ശശി എന്നും പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും മുഖ്യമന്ത്രിയുടെ വകുപ്പിനെയും അതുവഴി മുഖ്യമന്ത്രിയും തന്നെയാണ് എന്തായാലും PV അൻവർ ലക്ഷ്യമിടുന്നത് എന്ന അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ ലക്ഷ്യമാണ്. ഏറ്റവും അവസാനം കടത്തി പറഞ്ഞത് എന്താണ് അഡ്വക്കേറ്റ് K. അരുൺകുമാർ? അത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P. ശശിക്ക് സ്വർണ്ണക്കടത്തിൽ നിന്നൊരു പങ്ക് കിട്ടുന്നുണ്ടോ എന്ന സംശയമുണ്ട് എന്നാണ്. ഏറ്റവും അവസാന മാധ്യമങ്ങളെ കാണുമ്പോൾ ഇത്രയും ഗുരുതരമായ ആരോപണം ഭരണപക്ഷത്തിരുന്നു കൊണ്ട് ഒരു MLA-ക്ക് ഉന്നയിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ? ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ വളരെ വിശദമായി തന്നെ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞതാണ്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഉയർന്നു നിൽക്കുന്ന ഈ കേരളത്തിലെ ജനങ്ങളെയും ഗവൺമെൻറ്റിനെയും എല്ലാം അപകീർത്തിപ്പെടുത്തുന്ന വ്യാജ വാർത്തകൾ ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി പത്രസമ്മേളനം തുടങ്ങിയത്. അതിനുശേഷം മാധ്യമങ്ങൾ ഉയർത്തിയ എല്ലാ ചോദ്യങ്ങൾക്കും അദ്ദേഹം മറുപടി പറഞ്ഞു. ഇവിടെ ശ്രീ PV അൻവർ ഉൾപ്പെടെ ഉയർത്തിയ പലതരത്തിലുള്ള പരാതികൾ, ആ പരാതികൾ ഈ സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണം പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് കഴമ്പുണ്ടോ, തെളിവുകളുണ്ടോ, ഈ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങൾ ശരിയാണോ എന്ന ഒരു നിഗമനത്തിലെത്താൻ കഴിയൂ. ഒരു സർക്കാർ ജീവനക്കാരനെതിരെ നടപടിയെടുക്കണമെങ്കിൽ സർവീസ് ചട്ടങ്ങളുണ്ട്, സർവീസ് നിയമങ്ങളുണ്ട്, ഡിസിപ്ലിനറി പ്രൊസീഡിങ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ അനുസരിച്ച് മാത്രമേ ഒരു അച്ചടക്ക നടപടിയിലേക്ക് കടക്കാൻ കഴിയൂ. അത് സസ്പെൻഷൻ ആയാലും മാറ്റി നിർത്തലായാലും മറ്റു തരത്തിലുള്ള ഏത് നടപടിയായാലും. അപ്പോൾ ആരോപണം ഉയർന്നു എന്ന പശ്ചാത്തലത്തിൽ ധൃതി പിടിച്ച് നടപടിയെടുത്താൽ ആ സർക്കാർ ഉദ്യോഗസ്ഥന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പോകാം, കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ പോകാം, അത്തരത്തിലുള്ള നടപടിക്കെതിരെ സ്റ്റേ വാങ്ങാം. ആ പ്രൊസീഡിങ്സ് എല്ലാം പ്രഥമദൃഷ്ട്യാ തന്നെ പെട്ടെന്ന് തന്നെ ക്വാഷ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കും. പക്ഷേ കൃത്യമായി അന്വേഷണം നടത്തി അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തെളിവുകൾ ശേഖരിച്ചിട്ടാണ് നടപടിയെടുക്കുക എങ്കിൽ ആ അന്വേഷണ നടപടിയും അതുപോലെ അതിൻ്റെ തുടർ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളെല്ലാം നിലനിൽക്കുന്ന സാഹചര്യം വരും. കോടതിക്ക് മുമ്പിലും സസ്റ്റൈനബിളായിട്ട് നിലനിൽക്കുന്ന സാഹചര്യം വരും. അതുകൊണ്ട് ഇവിടെ ഏറ്റവും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനെ വച്ച് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. മുഖ്യമന്ത്രി തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്, അതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ. ഏതെങ്കിലും തരത്തിൽ ഈ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളിൽ കഴമ്പുണ്ടെങ്കിൽ ശക്തമായിട്ടുള്ള നടപടി തന്നെ സ്വീകരിക്കും. കഴിഞ്ഞ 8 കൊല്ലത്തിനുള്ളിൽ 150ഓളം പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ അതിശക്തമായിട്ടുള്ള നടപടിയെടുത്ത, ചിലവരെ സർവീസിൽ നിന്ന് തന്നെ ടെർമിനേറ്റ് ചെയ്ത
ആജീവനാന്ത വിടുതൽ കൊടുത്ത നടപടിക്രമങ്ങളെല്ലാം നമുക്ക് ഈ പോലീസുകാരുടെ കഴിഞ്ഞ 8 കൊല്ലത്തെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ഒരു തരത്തിലും കുറ്റവാളികളെ സംരക്ഷിക്കുന്ന ഒരു നിലപാടായിരിക്കില്ല ഗവൺമെന്റിൻ്റെത് എന്ന് മുഖ്യമന്ത്രി വളരെ കൃത്യമായിട്ട് തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ആരോപണം വരുമ്പോഴേക്കും നടപടിയെടുക്കാൻ നിയമപരമായി കഴിയില്ല. പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ഉയർന്ന ആരോപണം അത് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടതിന് ശേഷം ഒരു കൗണ്ടർ എന്ന നിലയ്ക്ക് PV അൻവർ മാധ്യമങ്ങളെ കാണുമ്പോൾ ഉന്നയിച്ച ആരോപണമാണ് ഞാൻ അങ്ങോട്ട് പറയുന്നത്. അതിലാണ് ഇത്രയേറെ കടത്തി പറയുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് സ്വർണ്ണക്കടത്തിലൊരു പങ്ക് കിട്ടുന്നുണ്ടോ എന്ന് പോലും സംശയമുണ്ട് എന്ന് അങ്ങ് പറഞ്ഞു. കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് ഏതാണ്ട് 1 മണിക്കൂർ എടുത്ത മാധ്യമങ്ങൾക്കുണ്ടായ ഒരു വാർത്താ പിശക് ചൂണ്ടിക്കാണിച്ചു, നിശ്ചിതമായി വിമർശിച്ചു, കീറി മുറിച്ച് വിമർശിച്ചു, നശീകരണ മാധ്യമപ്രവർത്തനം എന്ന് വരെ പറഞ്ഞു. അത് കേട്ടുകൊണ്ട് നിൽക്കാൻ ബാധ്യസ്ഥമാണ് അത്തരം ഒരു പിഴവുണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ. പക്ഷേ ഈ പറയുന്ന വ്യാജ വാർത്ത എന്ന് പറയുന്നത് മാധ്യമങ്ങൾ മാത്രം പ്രചരിപ്പിക്കുമ്പോൾ സംഭവിക്കുന്ന ഒന്നല്ല. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ അദ്ദേഹം സ്വർണ്ണക്കടത്തിൽ പങ്കുപറ്റുന്നുണ്ട് എന്ന് ഭരണപക്ഷത്ത് ഒരു MLA പറയുന്നത് വ്യാജവാർത്തയുടെ പരിധിയിൽ വരുന്ന ഒന്നാണോ? അത് ഡിഫമേഷന്റെ പരിധിയിൽ വരുന്ന ഒന്നാണോ? അത് രാഷ്ട്രീയമായ ധാർമ്മികതയുടെ ചോദ്യം ചെയ്യലിന്റെ പരിധിയിൽ വരുന്ന ഒന്നാണോ? അങ്ങനെയാണെങ്കിൽ തുടർച്ചയായി PV അൻവർ ഉന്നയിച്ച ഈ ആരോപണങ്ങളിലൊന്നും എന്തുകൊണ്ടാണ് നടപടി സ്വീകരിക്കാത്തത്? മാധ്യമങ്ങൾക്കെതിരെ കേസെടുക്കേണ്ടി വരുന്നതിനെ പറ്റിയും അല്ലെങ്കിൽ കേസെടുക്കാൻ ഒരുങ്ങുന്നതിനെ പറ്റിയും അതിനെപ്പറ്റി ചിന്തിക്കേണ്ടി വരുന്ന ഘട്ടത്തെക്കുറിച്ചും ഒക്കെ ഇന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ടായിരുന്നല്ലോ. PV അൻവർ പറയുന്നത് വ്യാജ വാർത്തയുടെ പരിധിയിലോ ഡിഫമേഷന്റെ പരിധിയിലോ കടന്ന ആരോപണങ്ങളുടെ പരിധിയിലോ ഒന്നും വരില്ലേ? ഇത് രണ്ടും രണ്ടാണ്. എത്ര സിമ്പിളായിട്ടാണ് മാധു പറയുന്നത് ഒരു വാർത്താ പിശക് എന്ന്. ഒരു വാർത്താ പിശകാണോ ഇവിടെ അവിട്ടം നാളിൽ രാവിലെ മുതൽ മാതൃഭൂമി അടക്കമുള്ള ചാനലുകൾ പുറത്തു കൊണ്ടുവന്നത്, മറ്റു ചാനലുകൾ ഏറ്റെടുത്തത്? ഏതെങ്കിലും തരത്തിലൊരു പിശകാണോ? അധാർമിക മാധ്യമ പ്രവർത്തനത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ? 1ാം സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുന്ന മാധ്യമങ്ങൾ പരസ്യമായി മാപ്പ് പറഞ്ഞ് ക്ഷമാപണം നടത്തി പോകേണ്ടി വന്ന സാഹചര്യങ്ങളില്ലേ? ഇപ്പോഴും മാപ്പ് പറയാൻ മടി കാണിക്കുന്ന മാധ്യമങ്ങളും നമ്മുടെ മുന്നിലില്ലേ? ഈ കേരളത്തിൽ, ഈ രാജ്യത്ത് ഈ നിയമം വന്നതിന് ശേഷം എല്ലാ ഗവൺമെന്റുകളും കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ സകല വിമർശനങ്ങളെയും ഏതാണ്ട് ഒരു വ്യാഴവട്ടക്കാലം മാധ്യമപ്രവർത്തനം നടത്തിയ ഒരു മാധ്യമപ്രവർത്തക എന്ന നിലയ്ക്ക് ഞാൻ അതിന്റെ പൂർണ്ണമായ സത്തയിൽ അംഗീകരിക്കുന്നു. അത് തിരുത്തേണ്ട ആൾ തന്നെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് എനിക്ക് കൃത്യമായ ബോധ്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ അതിലൊന്നിലും ഒരു തരത്തിലുള്ള ന്യായീകരണവും പറയാൻ ഞാൻ ബാധ്യസ്ഥയുമല്ല, എനിക്കതിന് തീരുമാനവുമില്ല, എനിക്ക് അത്തരം താല്പര്യങ്ങളുമില്ല. അത് അങ്ങനെ തന്നെ ഞാൻ അംഗീകരിക്കുന്നു. എന്നിട്ടാണ് ഞാൻ ചോദിക്കുന്നത്, മാധ്യമപ്രവർത്തകർ നടത്തിയത് അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് വന്നത് മാധ്യമപ്രവർത്തകർ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ തെറ്റിന്റെ ഭാഗമായോ അജണ്ടയുടെ ഭാഗമായോ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയോ വരുത്തിയത് അത്രമേൽ ഗൗരവമായ പിശകാണ്, ആവർത്തിച്ചു പറയുന്നു, അതിൽ തർക്കമില്ല. പക്ഷേ ഭരണപക്ഷത്തിരിക്കുന്ന ഒരു MLA മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ഉയർത്തിയ ആരോപണം ഏത് പരിധിയിൽ വരും? അഡ്വക്കേറ്റ് K. അരുൺകുമാർ. ഞാൻ അതിലേക്കാണ് വരുന്നത്. അപ്പോൾ വാർത്താ പിശക് അങ്ങ് അംഗീകരിക്കുന്നു, അങ്ങ് സമ്മതിക്കുന്നു, ഓക്കെ നിന്നോട്ടെ. പക്ഷെ വാർത്താ പിശക് എന്ന് പറഞ്ഞ് ലഘൂകരിക്കരുത്. അതൊരു പിശകല്ല, വ്യാജ വാർത്തയാണ്, ഒരു നശീകരണ വാർത്തയാണ്, ഈ കേരളത്തിലെയും ജനങ്ങൾക്കുമെതിരായിട്ടുള്ള വാർത്തയാണ്. അത് അംഗീകരിക്കണം, പരസ്യമായിട്ട് തന്നെ അംഗീകരിക്കണം. കാരണം മാതൃഭൂമിക്കും അതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. മുഖ്യമന്ത്രി പറഞ്ഞ ഓരോ വാക്കിനെയും ഞാൻ അങ്ങനെ തന്നെ വിലക്കെടുക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിന് അത് പറയാനും അത് തിരുത്താനും അതിൽ ഉണ്ടാകുന്ന മുന്നറിയിപ്പ് നൽകാനും അത് എന്തായിരിക്കും എന്റെ സർക്കാർ നിലപാടെന്ന് പറയാനും ബാധ്യതയുള്ള ആളാണ്, ഉത്തരവാദിത്തപ്പെട്ട ആളാണ്. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അഡ്വക്കേറ്റ് K. അരുൺകുമാർ. ഇവിടെ ഉയർത്തപ്പെട്ട ആരോപണങ്ങൾ, ആ ആരോപണങ്ങൾ മാത്രമാണ് പൊതുജന മധ്യത്തിലുള്ളത്. ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകളില്ല. ഇപ്പോൾ ഏതെങ്കിലും വിഹിതം കിട്ടുന്നുണ്ടോ എന്നൊക്കെ താങ്കൾ ചോദിക്കുന്നുണ്ടായി. അപ്പോൾ കൃത്യമായിട്ടൊരു സർക്കാർ ഉദ്യോഗസ്ഥനെതിരെ ഏതെങ്കിലും തരത്തിൽ ആക്ഷൻ എടുക്കണമെങ്കിൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ എന്തെങ്കിലും വേണ്ടേ? ഒരു പ്രഥമ ദൃഷ്ട്യാ കേസ് വേണം. ഇവിടെ ഒരാരോപണം വന്നു, അത് പൊതുജന സമൂഹത്തിലുണ്ട്. കൃത്യമായി ഏറ്റവും ഉയർന്ന കേരളത്തിലെ നമ്പർ 1 പോലീസ് ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷണം നടത്തുന്നു. ആ അന്വേഷണ റിപ്പോർട്ട് വരുന്നത് വരെ കാത്തിരിക്കാനുള്ള ഒരു സാമാന്യ മര്യാദ ഉണ്ടല്ലോ. ഏത് നിയമപീഠത്തിന്റെ മുന്നിൽ പോയാലും ഹിയർ ദി അതർ സൈഡ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P. ശശിക്കെതിരെ ഉയർന്ന ആരോപണത്തെ കുറിച്ചാണ്. അല്ല, ഞാൻ പറഞ്ഞത് ഏത് സർക്കാർ ഉദ്യോഗസ്ഥന്റെ കാര്യമായാലും ഇപ്പൊ പൊളിറ്റിക്കൽ സെക്രട്ടറിയും സർക്കാർ ഉദ്യോഗസ്ഥന്റെ പരിധിയിൽ തന്നെ വരുമല്ലോ. അദ്ദേഹം ചെയ്യുന്നത് ഒരു പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗമാണ്, പാർട്ടി നിയോഗിച്ച ഒരു ചുമതല ചെയ്യുന്നു. എന്നിരുന്നാലും അദ്ദേഹം സർക്കാർ ഉദ്യോഗസ്ഥന്റെ പരിധിയിൽ തന്നെയാണ് വരുന്നത്. നടപടിയെടുത്താൽ അദ്ദേഹം കോടതിയിൽ പോകും. പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തിൽ നിന്ന് പാർട്ടി രാഷ്ട്രീയമായ തീരുമാനമെടുത്ത് മാറ്റി നിർത്തിയാൽ P. ശശി കോടതിയിൽ പോകുമോ?
അല്ല, ഞാൻ ചോദിക്കട്ടെ, ഒരു ചുമതല വഹിക്കുന്ന ഒരാളെ ഏതെങ്കിലും തരത്തിൽ ഒരു തെളിവിന്റെ കണിക പോലും ഇല്ലാതെ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തിയാൽ ആരാണ് സമ്മതിക്കുക? താങ്കൾക്കെതിരെ എന്തെങ്കിലും ഒരു ആരോപണം വന്ന് താങ്കളോട് ഒരു വിശദീകരണം ചോദിക്കാതെ, അല്ലെങ്കിൽ ഒരു പ്രഥമ ദൃഷ്ടിയ ഇല്ലെങ്കിൽ, ഞാൻ ചോദിക്കുന്നത് എന്ത് നടപടി സ്വീകരിക്കും? ഇന്ന് മുഖ്യമന്ത്രിക്ക് ഈ പറയുന്ന വ്യാജ വാർത്തയുമായി ബന്ധപ്പെട്ട് നടപടി സ്വീകരിക്കണമെന്ന കാര്യത്തിൽ നല്ല ബോധ്യവും തെളിച്ചവും ഉണ്ടായിരുന്നു. ആവർത്തിച്ചുള്ള ആരോപണങ്ങൾ ആവർത്തിക്കരുത് എന്ന കൃത്യമായ നിർദ്ദേശം നൽകിയിട്ട് പോലും മുഖ്യമന്ത്രി വാർത്താ മാധ്യമങ്ങളെ കണ്ട് ഏതാണ്ട് ഒരു മാസക്കാലത്തിന് ശേഷം ഇതെല്ലാം പറഞ്ഞതിന് ശേഷവും ഏറ്റവും ഗുരുതരമായ ആരോപണം പി വി അൻവർ ഉന്നയിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി കൊള്ളയും കൊലയും നടത്തുന്ന സ്വർണ്ണക്കടത്ത് കേസിന്റെ പങ്കു പറ്റുന്നു എന്ന ആരോപണം ഒരു ഭരണകക്ഷി MLA ഉന്നയിച്ചിട്ട് അദ്ദേഹത്തിന് വളരെ സിമ്പിളായി നമ്മുടെ നിയമത്തെ, നമ്മുടെ സംവിധാനത്തെ നോക്കി ചിരിച്ചു കാണിക്കാൻ കഴിയും. എന്തൊരു പ്രിവിലേജ് ആണത്? ഇല്ല, ഇപ്പോ അല്ലല്ല, താങ്കൾ രണ്ടും അങ്ങ് കൂട്ടിക്കലർത്തുമ്പോൾ അതിൽ നിയമപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ ഒരു ഉത്തരവിനെ തെറ്റിദ്ധരിപ്പിച്ച് ആ ഉത്തരവ് ഇങ്ങനെയാണെന്ന് ദുർവ്യാഖ്യാനം ചെയ്തിട്ടാണല്ലോ ഇവിടെ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വ്യാജ വാർത്ത സൃഷ്ടിച്ചത്. ഹൈക്കോടതിയുടെ പെൻഡിംഗ് നിൽക്കുന്ന ഹൈക്കോടതിയുടെ ഒരു ഇടക്കാല ഉത്തരവിനെ ദുർവ്യാഖ്യാനം ചെയ്ത് വ്യാജ വാർത്ത സൃഷ്ടിക്കുന്നതും അതൊരു പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് ബാധകമാകുന്നത് എങ്ങനെയാണ് എന്ന താരതമ്യമാണ് ചോദിച്ചത്. അങ്ങാണ് കൂട്ടിക്കുടയ്ക്കുന്നത്. അല്ല, ഞാൻ അതിലേക്ക് വരട്ടെ. അപ്പോൾ ഈ ഏതെങ്കിലും തരത്തിൽ മാധ്യമങ്ങൾ നടത്തിയ, അല്ലെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നടത്തിയ നുണപ്രചരണവും വ്യാജ പ്രചരണത്തെ മുഖ്യമന്ത്രി പറഞ്ഞതും അതിനുശേഷം ഇവിടെ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞതിനെ കൂട്ടിക്കലർത്തുന്ന അങ്ങയുടെ മനോഭാവത്തെയാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അവിടെ കോടതി വിധിയെ വ്യാഖ്യാനം ചെയ്ത് കള്ളവാർത്ത സൃഷ്ടിച്ചത് അവിടെ നിൽക്കട്ടെ, അതവിടെ അംഗീകരിച്ചു. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതും സംഭവിക്കാൻ പാടില്ലാത്തതുമായിരുന്നു. ഇവിടെ ഉയർന്നു വന്ന ഇപ്പൊ MLA അല്ല, ആര് ആരോപണം ഉന്നയിച്ചാലും പരാതി കൊടുത്താലും ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അത് അന്വേഷിച്ച് അതിൽ തെളിവ് ശേഖരിക്കണം. ഏതെങ്കിലും തരത്തിൽ പ്രമദ ദൃഷ്ട്യ പ്രൈമാ ഫേസി കേസുണ്ടോ എന്നുള്ള ഒരു പരിശോധനകൾ നടത്തണം. അങ്ങനെ ഇപ്പൊ പത്തനംതിട്ട SP-ക്കെതിരെ അടക്കം വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്തു. ആ വിജിലൻസ് അന്വേഷണം പ്രിലിമിനറി എൻക്വയറിയാണ്. ഇവിടെ വിജിലൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമങ്ങൾ പ്രകാരമാണ് അന്വേഷണം നടക്കുക. ആ പ്രിലിമിനറി എൻക്വയറിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയാൽ കേസ് രജിസ്റ്റർ ചെയ്യും. കേസ് രജിസ്റ്റർ ചെയ്താൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ മാറ്റി നിർത്തേണ്ടി വരും. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം നിയമപരമായിട്ടേ മുന്നോട്ട് പോകാൻ കഴിയൂ. പരാതി കിട്ടുമ്പോഴേക്കും അപ്പൊ തന്നെ എന്തുകൊണ്ട് സ്ട്രിംജന്റ് ആക്ഷൻ എടുത്തില്ല എന്ന് സർക്കാർ ഉദ്യോഗസ്ഥരുടെ പരിധിയിൽ വരുന്നത് കൊണ്ട് അന്വേഷണത്തിന് ശേഷം മാത്രം നടപടി എന്നുള്ളതാണ് സർക്കാരിന്റെ. MR അജിത്കുമാറിന് എങ്ങനെ ബാധകമാകുമോ അങ്ങനെ തന്നെയുള്ള നിലപാട് പി ശശിയുടെ കാര്യത്തിലും. ഡോക്ടർ ജിൻഡോ ജോൺ, അങ്ങനെയാണ് എങ്കിൽ പി ശശി നടത്തുന്നത് മാതൃകാപരമായ പ്രവർത്തനമാണ് എന്ന് ഇന്ന് മുഖ്യമന്ത്രി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതോ അന്വേഷണ ശേഷം അല്ലല്ലോ ആ സർട്ടിഫിക്കറ്റ് ഉണ്ടാവുന്നത്? അല്ല മാധു, ഇതിൽ ഈ അരുൺകുമാർ പറഞ്ഞതുപോലെയൊന്നുമല്ല. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കൃത്യമായിട്ട് പൊതുസമൂഹത്തിന് മാത്രമല്ല ഈ CPM എന്ന് പറഞ്ഞ പാർട്ടിക്കും LDF എന്ന് പറഞ്ഞ മുന്നണിക്കും കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ മെസ്സേജ് കൊടുത്തിരിക്കുകയാണ്. അതായത് പി ശശി മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തുന്നത് എന്ന് പറഞ്ഞാൽ അൻവർ പറഞ്ഞത്, അതുപോലെ മറ്റ് പല ആളുകളും പറഞ്ഞതെല്ലാം വ്യാജമാണ്, അല്ലെങ്കിൽ അംഗീകരിക്കുന്നില്ല. പി ശശിയോടൊപ്പമാണ് ഞാൻ എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. പിന്നെ പി ശശിയുടെ മാതൃകാ പ്രവർത്തനത്തെക്കുറിച്ചിട്ട് CKP പത്മനാഭൻ പറഞ്ഞ കഥയൊക്കെ ഉണ്ട്, അതൊന്നും ഞാനിവിടെ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ADGP MR അജിത് കുമാറിനും ഇതേ ക്ലീൻ ഷീറ്റ് തന്നെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് മന്ത്രി കൊടുക്കുകയാണ്. അതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ നടക്കുന്ന അന്വേഷണം അല്ലെങ്കിൽ നടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ അന്വേഷണത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ നീതിപൂർവകമായിട്ട് നിഷ്പക്ഷമായിട്ടുള്ള ഒരു റിപ്പോർട്ട് കൊടുക്കാൻ ഒരു സാധ്യതയുമില്ല. കാരണം കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പറഞ്ഞിരിക്കുകയാണ് പി ശശിയും MR അജിത് കുമാർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ നീതിപൂർവകമായി ഗവൺമെന്റ് പറയുന്നത് പോലെ താനടക്കമുള്ള ആളുകൾ പറയുന്നത് പോലെയാണ് പ്രവർത്തിക്കുന്നതെന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർക്ക് കീഴിലുള്ള ഉദ്യോഗസ്ഥർ ADGP MR അജിത് കുമാറിനോ അല്ലെങ്കിൽ പി ശശിക്കുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നെഗറ്റീവായിട്ട് ഒരു റിപ്പോർട്ട് കൊടുക്കാൻ ഒരു സാധ്യതയുമില്ല. അതുകൊണ്ട് തന്നെ അന്വേഷണ റിപ്പോർട്ടിനെ സ്വാധീനിക്കാൻ അവർക്ക് കൃത്യമായിട്ടൊരു മെസ്സേജ് കൂടിയാണ് മുഖ്യമന്ത്രി കൊടുക്കുന്നത്. രണ്ടാമത്തത്, അൻവറിന് കോൺഗ്രസ് പാരമ്പര്യമാണെന്ന് അദ്ദേഹം ഇപ്പോൾ തിരിച്ചറിയുന്നു. ഈ അൻവറിന്റെ കോൺഗ്രസ് പാരമ്പര്യമോ അല്ലെങ്കിൽ അൻവറിന്റെ പിന്നിലുള്ള ആളുകൾ സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധമുള്ള ആളുകൾ എന്നുള്ള രീതിയിൽ ആ രീതിയിൽ ധ്വനിപ്പിക്കുന്ന മറുപടികളൊക്കെ പറയുമ്പോൾ അദ്ദേഹം അൻവറിനെതിരെ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല എന്ന് പറയണം. അൻവർ ഈ രാജ്യത്തിന്റെ നിയമം ലംഘിച്ചുകൊണ്ട് ആളുകളുടെ കോൾ റെക്കോർഡ് ചെയ്യുന്നു, അത് ഒരു തെറ്റല്ലേ? അതിനെതിരെ എന്തുകൊണ്ട് അന്വേഷണം നടത്തുന്നില്ല? പിന്നെ അദ്ദേഹം പറയുന്ന അൻവർ റെക്കോർഡ് ചെയ്തിരിക്കുന്ന കോൾ ഡീറ്റെയിൽസ് പുറത്തുവിട്ടു, പോലീസ് ഉദ്യോഗസ്ഥനുമായി ബന്ധപ്പെട്ട് സംസാരിച്ച റിപ്പോർട്ട്, ആ റെക്കോർഡ് പുറത്തുവിട്ടത് ഒരു മോശപ്പെട്ട പ്രവർത്തനമായി പോയി.
അതാണ് പറയുന്നത്. അപ്പോൾ ഈ മോശപ്പെട്ട പ്രവർത്തനം നടത്താം, അത് തമ്മിൽ സംസാരിക്കാം, ഒരു IPS ഉദ്യോഗസ്ഥന് ഒരു MLA കാല് പിടിക്കാം, ജീവിതകാലം മുഴുവൻ സർവീസിലിരിക്കുന്ന കാലം മുഴുവൻ ദാസനായി നിൽക്കും എന്നൊക്കെ പറയാം. പക്ഷെ അത് പുറത്തു വന്ന ശബ്ദരേഖയുടെ അടിസ്ഥാനത്തിൽ ആ ശബ്ദരേഖ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് സുജിദാസിനെതിരെ ഡിസിപ്ലിനറി ആക്ഷൻ എടുത്തത്, അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തത്. അപ്പോൾ ഒരു തെറ്റുകുറ്റമുണ്ടായാൽ അതിന്റെ തെളിവ് പുറത്തു വരാതെ ഇരിക്കണം എന്നുള്ളതാണോ? അല്ല, തീർച്ചയായിട്ടും വേറൊരു ഗതിയുമില്ലാതെ ഗത്യന്തരമില്ലാതെയാണ് സുജിത്തിനെതിരെ നടപടിയെടുത്തത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു നടപടി എടുക്കില്ലല്ലോ. ഈ അൻവറിന്റെ കോൾ റെക്കോർഡിംഗ് പുറത്തു വന്നില്ലായിരുന്നെങ്കിൽ അൻവർ ഈ പറഞ്ഞ കാര്യവും ശരിയല്ല എന്ന് പിണറായി വിജയൻ പറഞ്ഞേനെ. പിന്നെ ഒരു മെസ്സേജ് കൊടുക്കുന്ന CPIക്കാണ്. CPI പോലെയുള്ള ഘടകകക്ഷികൾക്ക് LDFൽ കിട്ടുന്നതിനേക്കാൾ അവിടെ സ്ഥാനം കിട്ടുന്നത് RSS എന്ന് പറഞ്ഞ സംഘടനയ്ക്കാണ്. ഇനി അൻവറിന് കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട്. അൻവർ അല്ല, അജിത് കുമാറാണ് ഈ ഭരണപക്ഷത്തെ പിന്തുണച്ച് നിലനിർത്തുന്നതെന്ന്. അതായത് പിണറായി വിജയനെ നിലനിർത്തുന്ന ശക്തി അൻവറിനെ പോലുള്ള MLA-മാരല്ല, അജിത് കുമാറിനെ പോലുള്ള RSS സേവകരാണ് എന്നുള്ള മെസ്സേജാണ് അൻവറിനെ പോലുള്ള ആളുകൾക്ക് കൊടുക്കുന്നത്. ഇനി അടുത്തത് ഒരു കാര്യം പറയാനുള്ളത്, ഈ അരുൺകുമാർ അടക്കമുള്ള CPM-ന്റെ പ്രഖ്യാപിത ചാനൽ ചർച്ച പ്രതിനിധികൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം രംഗത്ത് വന്നതിൽ ഞങ്ങൾക്കൊക്കെ ഒരു സന്തോഷമുണ്ട്. കാരണം ഇത്രയും ദിവസം രാത്രിയും പകലും കണ്ണിൽ എണ്ണ ഒഴിച്ചിരുന്ന് ക്യാപ്സൂൾ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. മുഖ്യമന്ത്രി തന്നെ അഭിപ്രായം പറയട്ടെ, എന്നിട്ട് ഞങ്ങൾ മറുപടി പറയാം എന്നുള്ള നിലപാടായിരുന്നു പാർട്ടിക്ക്. ഇത്രയും ദിവസം എണ്ണ വീണ തിണ്ണയിൽ നിൽക്കുന്ന പോലെ മെഴുകി അവശതയാകാൻ വേണ്ടിയിട്ട് കുറെ സഹയാത്രികന്മാരെ വിട്ട് ഇവർ കാഴ്ചക്കാരായി നിന്നു. മുഖ്യമന്ത്രി അഭിപ്രായം പറയട്ടെ, എന്നിട്ട് ഞങ്ങൾ പറയാം എന്നുള്ള നിലപാടാണ് പാർട്ടി എടുത്തത്. ഇനി ഒരു കാര്യം കൂടി പറയാനുണ്ട് മാധു, ഇവിടെ അൻവറിന്റെ ഒരു കൗണ്ടർ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. അതാണ് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത്. ഒന്നാമത്തത്, ഒരു ഡസൻ ഉപദേശകരുള്ള മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രി തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നാണ് അൻവർ പറയുന്നത്. അതായത് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട്, സ്വർണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട്, ഒരു ജില്ലയെ തീവ്രവാദ ആസ്ഥാനമായിട്ട് ചിത്രീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അങ്ങനെ നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ, RSSന് വിടുപണി ചെയ്യുന്ന പോലീസ് സേനയിലെ ഉദ്യോഗസ്ഥരെ കുറിച്ചുള്ള ആരോപണങ്ങളൊക്കെ പറയുമ്പോഴും അൻവർ പറയുന്നത് മുഖ്യമന്ത്രി തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നാ. ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നേ, പണ്ട് ജൂലിയസ് സീസറിനെ കൊന്നുകളഞ്ഞ ബ്രൂട്ടസ് അദ്ദേഹം മാന്യനായിരുന്നു എന്ന് പറഞ്ഞ് മാർക്ക് ആന്റണി നടത്തുന്ന ഒരു പ്രസംഗമുണ്ട്. അതായത് മാർക്ക് ആന്റണി പറയുന്നത് ജൂലിയസ് സീസറിന് അനുകൂലവും ബ്രൂട്ടസിനെതിരുമാണ്. പക്ഷെ ജനം ആ പ്രസംഗം കഴിയുമ്പോഴാണ് തിരിച്ചറിയുന്നത് ബ്രൂട്ടസിനെ കല്ലെറിഞ്ഞു കൊല്ലുന്നത്. അതിന് തുല്യമാണ് ഇന്ന് അൻവർ പറയുന്നത്. അൻവർ പറയുന്ന എല്ലാ പോയിന്റ്സും കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രിക്കെതിരാണ്, പിണറായി വിജയനെതിരാണ്. പക്ഷെ അവസാനം അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് മുഖ്യമന്ത്രി തെറ്റിദ്ധരിക്കപ്പെട്ടു, 12 ഉപദേശകരുള്ള മുഖ്യമന്ത്രി തെറ്റിദ്ധരിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയും ആ 12 ഉപദേശകരെയും അവരുടെ പണിയിൽ നിന്ന് പറഞ്ഞു വിടണം. എന്റെയും നിങ്ങളുടെ ഒക്കെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് ഇവർക്കൊക്കെ ശമ്പളം കൊടുക്കുന്ന തീറ്റിപ്പോറ്റുന്ന യാതൊരു സാമാന്യ ബോധവും ഇല്ലാത്ത ആളുകൾ ആ കസേരയിൽ ഇരിക്കാൻ യോഗ്യരല്ലെന്നേ. ഇനി പൂരം കളിക്കുന്നതിന്റെ റിപ്പോർട്ട് ഒരാഴ്ചക്കകം വേണം എന്ന് പറഞ്ഞിട്ട് 5 മാസമായിട്ടും കിട്ടാത്തത് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അറിഞ്ഞിട്ടില്ലെങ്കിൽ അദ്ദേഹം ആ കസേരയിൽ ഇരിക്കാൻ യോഗ്യനല്ല. വിവരാവകാശ റിപ്പോർട്ട് കൊടുത്ത ഒറ്റക്കാര്യം ഇന്നത്തെ ഈ ഡിബേറ്റുകളിൽ നിന്ന് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അൻവർ പാർട്ടിയിൽ നിന്നും പിണറായി വിജയൻ ജനങ്ങളിൽ നിന്നും പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഒറ്റ മിനിറ്റ് കൊണ്ട് അൻവർ എന്ന് പറഞ്ഞ സഖാവ് കോൺഗ്രസ്സുകാരനായിട്ട് ചിത്രീകരിക്കപ്പെടുന്നത് മുഖ്യമന്ത്രിയുടെ നാവ് കൊണ്ടാണെന്നുള്ള ഒരു കാഴ്ച നമ്മൾ കാണുന്നില്ലേ? ഇത് തന്നെയാണ് RSSന് വേണ്ടിയിട്ട് പിണറായി വിജയന്റെ കാൽക്കൽ വീണ്. ശരി, ശ്രീ ഷാഫി ചാലിയം, PV അൻവർ എന്ന് പറയുന്നത് ഒരു സാധാരണ ഇടത് സ്വതന്ത്ര MLA അല്ല. അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന KT ജലീലും അങ്ങനെയല്ല. അവരിലൂടെയൊക്കെ CPM ഒരു വലിയ പ്രവിശ്യയിലെ രാഷ്ട്രീയ ആധിപത്യം കൂടി നേടിയെടുത്തതാണ്. അവരുടെ വലിയ സ്വതന്ത്ര പരീക്ഷണങ്ങൾ തന്നെയായിരുന്നു. അതുകൊണ്ട് ഒറ്റയ്ക്ക് നിൽക്കുന്ന 2 സ്വതന്ത്രന്മാർ എന്നതിനപ്പുറത്തേക്ക് വലിയ രാഷ്ട്രീയ മൂല്യവും ഒക്കെയുണ്ട്, സ്വത്വവും ഒക്കെയുണ്ട് ഇവർക്കെല്ലാവർക്കും. കോൺഗ്രസിന്റെ പശ്ചാത്തലം പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഇന്ന് PV അൻവറിനെ തള്ളി പറയേണ്ടി വരുന്നുണ്ട്. അപ്പോഴും അദ്ദേഹം എത്ര മൈൽഡായാണ് സംസാരിക്കുന്നത്. അപ്പോഴും അദ്ദേഹം തള്ളി പറയാൻ കഴിയും. നമുക്കറിയാമല്ലോ, പാർട്ടി വിരുദ്ധ മാനസികാവസ്ഥ എന്നൊക്കെ തരത്തിലുള്ള പ്രയോഗങ്ങൾ നമുക്ക് ചർച്ചയിൽ ഇപ്പോൾ UDFന്റെ MP-ക്കെതിരെ അദ്ദേഹം നടത്തിയ തരത്തിലുള്ള പരാമർശങ്ങൾ, അങ്ങനെ എന്തുമാകാം. ഇന്ന് രാവിലെ മുഖ്യമന്ത്രിക്ക് മുൻപ് ഒരു മുഴം നീട്ടി PV അൻവർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറയുന്നത് എന്താണ്? ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് P ശശിയാണ് എന്ന്. അതായത് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് മുഖ്യമന്ത്രിയല്ല, മുഖ്യമന്ത്രിയെ റൂൾ ചെയ്യാൻ കഴിയുന്ന ഒരു സൂപ്പർ മുഖ്യമന്ത്രിയായി P ശശി ആഭ്യന്തര വകുപ്പിന് മുകളിൽ പിടിമുറുക്കിയിരിക്കുന്നു എന്ന് PV അൻവർ പറയുന്നു. എന്നിട്ട് പോലും, വീട്ടിൽ നിന്നല്ലല്ലോ മുഖ്യമന്ത്രിയാക്കിയത് എന്ന് കഴിഞ്ഞ ദിവസം ചോദിക്കുന്നു, എന്നിട്ട് പോലും PV അൻവറിനെതിരെ മുഖ്യമന്ത്രി സ്വീകരിക്കുന്ന ഒരു സമവായ മനോഭാവമുണ്ട്. പിഴച്ചു പോവുകയാണെങ്കിൽ ഇവിടെ തന്നെ പിഴച്ചു പോകട്ടെ എന്ന തരത്തിലുള്ളൊരു ഒരു കാഴ്ചപ്പാടുണ്ട്, ഒരു സമീപനമുണ്ട്. അതൊക്കെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്നുണ്ടാകുന്നതാണോ?
അതായത് PV അൻവറിൻ്റെ ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രിയെ ട്രോളുകയാണെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം അദ്ദേഹം ഉടനീളം പറയുന്നുണ്ട്, നേരെ ചൊവ്വേ ആഹാരം കഴിക്കുന്നതിന് മനസ്സിലാവില്ല ഇതൊക്കെ. മാത്രമല്ല, ഇന്ന് മുഖ്യമന്ത്രിയും അൻവറും തമ്മിലുള്ള ഒരു വലിയ വാക്ക് പോർക്കളം തന്നെയാണ് ഇന്നുണ്ടായത്. മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ ശരീരഭാഷയും അതാണ്. അതായത് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു വിഷയത്തിൽ ആർക്കെതിരെയൊക്കെയാണോ അന്വേഷണം, അതിൽപ്പെട്ട ആളുകളെ മാതൃകാ ഉദ്യോഗസ്ഥന്മാരെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അന്വേഷണത്തിൻ്റെ പ്രസക്തി വലിയ പ്രശ്നം തന്നെയാണ്. അതോടൊപ്പം തന്നെ പോലീസിൻ്റെ മനോവീര്യത്തെ തകർക്കും ഇത്തരത്തിലുള്ള ആരോപണം എന്ന് അൻവറിനെ പരാമർശിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു. അതിന് അൻവർ കൊടുത്ത മറുപടി പൊതുജനം കേട്ടിരിക്കുകയാണ്. എന്താ അൻവർ പറഞ്ഞത്? പോലീസിൻ്റെ മനോവീര്യം, ഏത് തരം പോലീസിൻ്റെ മനോവീര്യം? ഈ കള്ളന്മാരായ ഈ ആളുകളുടെ മനോവീര്യമാണ് തകർന്നത്. നല്ല ഉദ്യോഗസ്ഥന്മാരുടെ മനോവീര്യം അടിക്കടി ഉയരുകയാണെന്നാണ് പറഞ്ഞു. ഇത് മുഖ്യമന്ത്രിക്കുള്ള നേരിട്ട് മറുപടിയാണ്. അതോടൊപ്പം തന്നെ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളെ വെള്ളപൂശുന്നു അൻവർ എന്നതാണ് അൻവറിൻ്റെ പേര് പറയാതെ തന്നെ മുഖ്യമന്ത്രി പരാമർശിച്ചത്. അതിനും ഇന്ന് ചുട്ട മറുപടി അൻവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അൻവറിൻ്റെ പഴയ കോൺഗ്രസ് പാരമ്പര്യം പറഞ്ഞപ്പോൾ നേരിട്ടാണ് മറുപടി. അങ്ങനെയാണ് EMS ഇടുന്നു എന്നാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള വലിയൊരു പോർക്കളാണ് വന്നിരിക്കുന്നത്. അതോടൊപ്പം എണ്ണി പറഞ്ഞ അൻവർ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിലെ ഭരണകൂടത്തിൻ്റെ, മുഖ്യമന്ത്രിയുടെ, ഈ ഇരിക്കുന്ന നമ്മുടെ സഹപാനലിസ്റ്റ് അരുൺകുമാർ അടക്കമുള്ളവരുടെ മറുപടി കേരള ജനത പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ചോദിക്കുന്ന ചോദ്യം കണ്ടോ നിങ്ങൾ? സ്വർണം എവിടുന്ന് പിടിക്കുന്നു? എയർപോർട്ടിൻ്റെ മുന്നിൽ വെച്ച് പിടിക്കുന്നു. പിടിച്ചു കഴിഞ്ഞാൽ നിയമം എന്താ പറയുന്നത്? അത് കസ്റ്റംസിന് കൊടുക്കണമെന്ന് പറയുന്നു. ഇവിടെ കസ്റ്റംസിന് കൊടുക്കുന്നില്ല. 102 CRPC പ്രകാരം കേസ് ചാർജ് ചെയ്യുന്നു. എന്താണ് പിടിച്ചെടുത്തത്? ആ എടുത്തത് അതുപോലെ തൊണ്ടിയായിട്ട് കോടതിക്ക് മുമ്പിൽ കൊണ്ടുപോകേണ്ട സ്ഥാനത്ത് അത് കൊണ്ടുപോയി ഉരുക്കുന്നു, തൊണ്ടി മുതൽ നശിപ്പിക്കുന്നു. 182 കേസിലും സംഭവിച്ച എന്താന്ന് പറയുന്നു. ഇതൊക്കെ കേട്ടപ്പം സാധാരണക്കാരായ ജനങ്ങൾക്ക് എന്താ തോന്നുക? നിങ്ങൾ ആലോചിക്കരുത്. ഇതിനൊക്കെ നേരെ ചൊവ്വേ ആരും മറുപടി. ഇപ്പം തന്നെ അൻവർ ഉയർത്തിയ ആരോപണം തള്ളിക്കളയാൻ അരുൺകുമാർ തയ്യാറുണ്ടോ? അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറഞ്ഞ അൻവറിനെതിരെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞ അൻവർ പറഞ്ഞ കാര്യങ്ങളിൽ ക്രെഡിബിലിറ്റി ഇല്ല എന്ന് തോന്നിപ്പിക്കുന്ന വിധമുള്ള പ്രതികളെ മുൻകൂറായി സംരക്ഷിക്കുമെന്ന ഒരു ഇൻറ്റൻഷനോട് കൂടിയാണ് മുഖ്യമന്ത്രി ഇന്ന് സംസാരിച്ചത്. അതോടൊപ്പം തന്നെ നിങ്ങൾ നോക്കൂ, കേരളത്തിൽ CPM എന്ന പാർട്ടി ആകെ എന്തായിരിക്കുകയാണ്? കഴിഞ്ഞ 2-3-4 ആഴ്ചകളായി ആ പാർട്ടിയുടെ ബിസിനസ് ഒന്നും നടക്കുന്നില്ല. അരുൺകുമാർ ഇപ്പോൾ ഇന്നാണ് നമ്മൾ കണ്ടത്. എല്ലാവരും മാമിയുടെ തിരോധാനം പോലെ എല്ലാവരും മുങ്ങിയിരിക്കുകയാണ്. ആരും വരുന്നില്ല. എന്തായാലും കാരണം ഈ ഫ്ലോറിലിരുന്ന് ഈ വിഷയത്തെ വിശകലനം ചെയ്യാൻ പോലും അവർക്കാവുന്നില്ല. ഇന്ന് മുഖ്യമന്ത്രി കുറച്ച് കർശനമായി വന്നപ്പോഴാണ്, ഇന്ന് അരുൺകുമാറിൻ്റെ സാന്നിധ്യവും കാണുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് ഊഹിക്കാം. കാരണം എന്താണ്? ഈ ഉയർത്തിയ ഈ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് ജനം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. കാരണം ചെറിയ കാര്യമില്ല. സാജൻ സ്കറിയ കാര്യം ഇന്ന് അൻവർ പറഞ്ഞതിൽ ഏറ്റവും വലിയ ക്യാൻവാസിൽ നാളെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. കാരണം അദ്ദേഹത്തിനെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തണമായിരുന്നു. പോലീസ് സേനയുടെ വയർലെസ് ആണ് ചോർത്തിയത്. ലോ ഡിപ്പാർട്ട്മെൻറ്റ് കേസെടുക്കാൻ നിയമോപദേശം കൊടുത്തിട്ടും കൊടുത്തില്ല. മാത്രമല്ല, അദ്ദേഹം പോലീസിനെ വെട്ടിച്ച് ഇന്ത്യയിലെ ഓരോ സ്ഥലങ്ങളിൽ പോയി. ആ സ്ഥലങ്ങളൊക്കെ അൻവർ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു പോലീസിന്. പോലീസ് നേരിട്ട് സാജന് വിവരം ചോർത്തി കൊടുത്തു. ഗുരുതരമായ ആരോപണമാണ് ഈ സാജൻ സ്കറിയ. അവിടെയാണ് നമ്മൾ പറഞ്ഞു വരുന്നത്, 100 കൊല്ലമായി RSSന് 100 കൊല്ലം RSS കേരളത്തിൽ പ്രവർത്തിച്ചിട്ടും ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും തമ്മിൽ വേർതിരിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ 2016 മുതൽ ഈ 8 വർഷം കൊണ്ട് ഈ സാജൻ സ്കറിയ എന്നൊരു മനുഷ്യന് ഒരു മറുനാടൻ എന്ന ഒരു വിഷച്ചാനൽ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ സാമുദായികത, ആ സമുദായങ്ങൾ തമ്മിൽ അനേക അകൽച്ച ഉണ്ടാക്കാൻ സാധിച്ചു ഈ ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടെ. ഇത് അതിഗുരുതരമായ ഒരു ആരോപണമാണ് അൻവർ പുറത്തുവിട്ടത്. അൻവറിനെ ഏറ്റവും പ്രകോപിതനാക്കിയ വിഷയം അത് തന്നെയാണ്. കാരണം കൃത്യമായി എന്താണ് ഈ നാട്ടിലെ മുഖ്യമന്ത്രി എന്ത് ചെയ്യുകയാണ്? ഇത്തരത്തിലുള്ള ഈ വിദ്വേഷം മാത്രം. വേറൊരു കാര്യം കൂടി പറഞ്ഞു. ജാമ്യം സാജൻ സ്കറിയയ്ക്ക് ലഭിച്ചത് തന്നെ പിന്നെ എന്ത് മാനദണ്ഡത്തിലാണ്? ഇനി വിദ്വേഷ പ്രസംഗം നടത്തരുത്, ഇനി വിദ്വേഷ പ്രചരണം നടത്തരുത്. പക്ഷെ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത് ഇവിടുത്തെ പോലീസാണ്. ചെയ്യുന്നേയില്ല. അപ്പം ഇവിടെ എന്താണ്? ഇവിടെ BJP ആണ് ഭരിക്കുന്നത്.
പേരിന് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് BJP ആണെന്ന് ഒരു വട്ടം കൂടി ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ്. അത് ഒരു ഭരണകക്ഷി MLA തന്നെ തൻ്റെ എല്ലാ ഭാവിയും പണയം വെച്ചിട്ടാണ് എന്ന് ചോദിച്ച ചോദ്യമുണ്ട്. ആ സുജിത് ദാസ് എന്ന വ്യക്തി എൻ്റെ കാല് പിടിക്കുക, കാല് പിടിച്ചിട്ടാ പറയണ് എനിക്കെന്താ അവൻ്റെ കൂടെ കൂടി എന്താ എനിക്കിതേപോലെ ഉണ്ടാക്കിക്കൂടെ? ഞാൻ സാധാരണക്കാർക്ക് വേണ്ടിയാണ് എനിക്ക് കിട്ടാൻ പോകുന്ന സൗകര്യങ്ങളെല്ലാം മാറ്റിവെച്ച് ഇതിനായിട്ട് ഇറങ്ങി തിരിച്ചേ എന്നൊരു വാക്കും കൂടി പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഇമ്മാരി വ്യക്തികളുമായുള്ള ദുരൂഹമായ തുരങ്ക ഇടപാടാണ് ഈ നാട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് അൻവർ പറഞ്ഞ കാര്യം. ശരി, PV അൻവർ എന്തിനിറങ്ങി പുറപ്പെട്ടു എന്നത് സംബന്ധിച്ച് എത്ര തിയറികൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അത് പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ കൊണ്ട് ഒരു ആയുധമായി മാറിയതാണ് എന്ന്, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട താല്പര്യങ്ങൾ കൊണ്ടാണ് എന്ന്, സുജിത് ദാസുമായുള്ള പ്രശ്നത്തിന്റെ പേരിലാണ് എന്ന്, വ്യക്തിപരമായ ലാഭത്തിന്റെ പേരിലാണെന്ന്, അങ്ങനെ പലതും. അതിൽ പക്ഷേ ആരെയൊക്കെയോ ലക്ഷ്യമിട്ട് ഒരു വലിയ പോരാട്ടത്തിന് അൻവർ തുടക്കം കുറിക്കുന്നു എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ആ പോരാട്ടത്തിനൊടുവിൽ ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടാകുന്നത് PV അൻവറിന് തന്നെയാണോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആകാംക്ഷ. ശ്രീ JR പത്മകുമാർ, നമ്മുടെ നാട്ടിൽ ഒരു പട്ടണത്തിൽ ടാക്സി ഓടിക്കുന്നവർക്ക്, അവിടെ കടല വറുക്കുന്നവർക്ക്, റോഡ് തൂത്തുവാരുന്നവർക്ക്, അവിടെ ഓട്ടോ ഓടിക്കുന്നവർക്കൊക്കെ അറിയുന്ന തരത്തിൽ രഹസ്യാത്മകമായ സ്വർണ്ണക്കൊള്ള, സ്വർണ്ണക്കടത്ത്, അതിൻ്റെ പേരിലുള്ള കൊലപാതകങ്ങൾ ഒക്കെ നടക്കുന്നു. മിണ്ടിപ്പോയാൽ അവരെയൊക്കെ ലഹരിക്കേസിൽ കുടുക്കി രക്തസാക്ഷികളാക്കുന്നു, കൊണ്ടുപോയി പിടിച്ച് ഇഞ്ച പരുവത്തിൽ ചതച്ച് അവരിൽ നിന്ന് സ്വർണം സ്വന്തമാക്കുന്നു, അവരെ ഇല്ലാതെയാക്കുന്നു. അതിൻ്റെ പേരിൽ കേട്ട 2-3 തിരോധാന കേസുകൾ, അങ്ങനെ പലതിനെക്കുറിച്ചും PV അൻവർ പറയുകയാണ്. ഏറ്റവും ഒടുവിൽ ഞാൻ ആവർത്തിച്ച് പറയുന്നു, അരുൺകുമാറിനോട് ഞാൻ ആവർത്തിച്ച് പറഞ്ഞതാണ്, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് ഇതിൽ പങ്ക് കിട്ടുന്നുണ്ട് സ്വർണ്ണക്കടത്തിൽ എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉയരുകയാണ്. ഇതൊക്കെ ഒരു 6 മാസക്കാലമെടുത്ത അന്വേഷണത്തിന് ശേഷം പോലീസ് ഈ പറയുന്ന ആളുകളെ തന്നെ കൈയെടുത്ത് സല്യൂട്ട് ചെയ്യുന്ന പോലീസ് കൊടുക്കുന്ന റിപ്പോർട്ടിന് ശേഷം മാത്രം നടപടിയെടുത്താൽ മതിയെന്ന് നിസ്സാരവൽക്കരിക്കാൻ കഴിയുന്ന സാഹചര്യം സാങ്കേതികമായി ഉണ്ടാകും, രാഷ്ട്രീയമായി ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അതിലേക്ക് വരാം. ഇതിൽ ഈ ചർച്ചയിൽ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, നമ്മുടെ അൻവറിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് അൻവർ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് എന്ന് സപ്പോർട്ട് ചെയ്ത് KT ജലീലിനെ പോലുള്ള ആളുകളൊക്കെ പിന്നിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കറങ്ങിത്തിരിഞ്ഞ് ഷാഫി ചാലിയും അതിൻ്റെ പുറകിൽ വരുന്നു എന്ന് പറയുമ്പോൾ സത്യത്തിൽ ആശ്ചര്യം തോന്നുന്നു. കാരണം അദ്ദേഹം ഈ PV അൻവർ പറഞ്ഞതിനെ സപ്പോർട്ട് ചെയ്തിട്ട് നടപടി സ്വീകരിക്കണമെന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ സത്യത്തിൽ അത്ഭുതം തോന്നുന്നു. വലിയ മതേതരത്വമൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരു പാർട്ടിയുടെ റെപ്രസെൻറ്റേറ്റീവ് എന്നുള്ളത്. പിന്നെ താങ്കൾ ഇന്നത്തെ ഈ കുറച്ച് ദിവസത്തെ നമ്മുടെ കേരളത്തിലെ PV അൻവർ ഉയർത്തിയിട്ടുള്ള ചില ആരോപണങ്ങളും ഇന്ന് മുഖ്യമന്ത്രി അതിനൊന്നും മറുപടി പറയുമ്പോൾ 1-2 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടുള്ള കാര്യം, 2-3 കാര്യങ്ങൾ പ്രധാനമായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, ആരും ചോദ്യം ചെയ്യാൻ ഇടയില്ല അല്ലെങ്കിൽ കഴിയില്ല എന്ന് വിചാരിച്ചിരുന്ന മുഖ്യമന്ത്രിയെ പരസ്യമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ തന്നെ ഒരു MLA വെല്ലുവിളിച്ചിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. നമ്മുടെ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്നുള്ള സിനിമയിൽ ശ്രീനിവാസൻ എന്നൊരു കഥാപാത്രമുണ്ട്. അദ്ദേഹത്തിൻ്റെ പിതാവിനെ കുറിച്ച് പറയുമ്പോൾ വളരെ നല്ല മനുഷ്യരായിരുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അവസാനം പറയും ആ പരമദ്രോഹി 1 സെൻറ്റ് ഭൂമി പോലും എനിക്ക് തന്നില്ല എന്ന് പറഞ്ഞ് നമ്മളെയൊക്കെ ചിരിപ്പിക്കുന്ന ഒരു രംഗമുണ്ട്, നിരവധി തവണയുണ്ട്. അതേപോലെയാണ് അക്കമിട്ട് PV അൻവർ പറഞ്ഞത് മുഖ്യമന്ത്രിയെ അദ്ദേഹത്തെ ഒന്ന് പഠിക്കണം, അദ്ദേഹത്തെ ചില ആൾ ഇപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി പറഞ്ഞ പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യം തന്നെ ഒരു ADGP എഴുതി കൊടുത്തതാണ്. അദ്ദേഹം നേരത്തെ പത്രസമ്മേളനത്തിൽ ADGP പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയെ അപഹസിക്കുന്ന ഒരു, ആരും ചോദ്യം ചെയ്യില്ല എന്ന് കരുതിയിരുന്ന അല്ലെങ്കിൽ ചെയ്യാൻ ധൈര്യപ്പെടാതിരുന്ന ഒരു കാര്യമാണിന്ന് PV അൻവർ ചെയ്തിരിക്കുന്നത്. 2, അതെ, PV അൻവറിൻ്റെ പത്രസമ്മേളനം, നമ്മൾ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിന് ശേഷം അദ്ദേഹം നടത്തിയ പത്രസമ്മേളനങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കാം. അപ്പം എന്തുകൊണ്ടാണ് അൻവർ ഈ പൊതുസമൂഹത്തിൽ ഇപ്പോൾ ഇങ്ങനെ ആരോപണങ്ങളും ആയിരുന്നത്? ഈ സമൂഹത്തിൽ എന്തെങ്കിലും അനീതിയോ അക്രമമോ കണ്ടാൽ സഹിക്കില്ല, ഉള്ളു പിടയുന്നു എന്നുള്ളത് കൊണ്ടാണോ വന്നത് എന്നുള്ള കാര്യം അത് പുറത്തായിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, എയർപോർട്ടിൻ്റെ നടയിൽ വെച്ച് എന്തിനു സ്വർണം പിടിക്കുന്നു, അത് കസ്റ്റംസ് പിടിച്ചാൽ പോരെ എന്നുള്ളതാണ്. അറിയാമല്ലോ, കസ്റ്റംസ് നിയമം അനുസരിച്ച് എയർപോർട്ടിൽ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഓണർഷിപ്പ് തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹത്തെ അവരെ പോലീസിൻ്റെ നടപടിയിലേക്ക് കൊണ്ടുപോകും. ഇതിൻ്റെ സോഴ്സ് കാണണം, എങ്ങനെയാണ് അതിൻ്റെ ഓണർഷിപ്പ് പ്രൂവ് ചെയ്യണം, എല്ലാം ചെയ്യണം. പക്ഷേ കസ്റ്റംസിലാണെങ്കിൽ പാസ്പോർട്ടിൽ വരുന്ന ആളാണെങ്കിൽ നികുതി വെട്ടിപ്പിൻ്റെ പേരിലാണെങ്കിൽ നിലവിലുള്ള നിയമത്തിന് അനുസരിച്ച് ഒഫൻസ് കാമ്പൗണ്ട് ചെയ്യാൻ പറ്റുന്ന പരിധിക്കുള്ളിലാണെങ്കിൽ കാമ്പൗണ്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ അൻവറിൻ്റെ പ്രശ്നം
ഇത് ഈ സ്വർണം കടത്തുന്ന ആളുകൾ ഫൈനടിച്ച് പുറത്തു വരികയാണ് വേണ്ടത്, പോലീസ് പിടിക്കാൻ പാടില്ല. അപ്പോൾ എന്തുകൊണ്ട് അവിടെയാണ് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം നമുക്ക് വരുന്നത്. ഏകദേശം 3 വർഷത്തിനിടയിൽ 147.79 കിലോ സ്വർണം വന്നിട്ടുണ്ടെങ്കിൽ അതിൽ 129 ഒരു പ്രത്യേക ജില്ലയിൽ നിന്നാണ് എന്ന് അദ്ദേഹം പറയുന്നത്. അൻവറിൻ്റെ ഈ പ്രശ്നവും മുഖ്യമന്ത്രി അദ്ദേഹത്തിന് കൊടുത്ത ഈ പത്രസമ്മേളനത്തിൽ പറഞ്ഞ മറുപടിയും കൂടി കാണുമ്പോൾ നമുക്ക് വ്യക്തമാകും എന്തുകൊണ്ടാണ് അൻവർ ഇപ്പോൾ ഈ പ്രശ്നവുമായി മുന്നോട്ട് വരുന്നത്. ഉത്തരം വളരെ വ്യക്തമാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നടന്നു വരുന്ന ചില ആളുകൾ നടന്നു വരുന്ന കാര്യങ്ങൾക്ക് ഒരുപക്ഷെ ഒരു പരിധിവരെയെങ്കിലും ഇപ്പോൾ ചില റെസ്ട്രിക്ഷൻസ് വന്നിട്ടുണ്ടാവാം. എൻ്റെ സംശയമാണ്. പോലീസ് ഇടപെടൽ കാര്യക്ഷമമാണ് എന്നുള്ളത് കൊണ്ട് പോലീസിന്റെ ആത്മവീര്യം തകർത്ത് അതിന്റെ പ്രവർത്തനം മുടക്കാനുള്ള ലോബിയിങ്ങിന്റെ ഭാഗമായിട്ടാണ് PV അൻവർ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ അടക്കം ഈ ആരോപണങ്ങൾ ഉന്നയിച്ചത് എന്നുള്ളതാണ് BJP മനസ്സിലാക്കുന്നത്. ഒരു കാര്യം അതാണ്, അതായത് PV അൻവർ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ എന്ന് പറയുന്നത് ഈ താല്പര്യം കൊണ്ട് മാത്രമാണ്. അങ്ങനെയല്ലല്ലോ. അദ്ദേഹം പത്രസമ്മേളനത്തിൽ അൻവർ പറഞ്ഞ എന്താ, എനിക്ക് പ്രശ്നം തുടങ്ങുന്നത് P ശശിയുമായി പ്രശ്നം തുടങ്ങുന്നത് എന്നു മുതല സാജനെതിരായിട്ടുള്ള മറുനാടൻ മലയാളി സാജനെതിരായിട്ടുള്ള നടപടി. അതങ്ങ് പറയുന്ന രണ്ടാമത്തെ കാര്യം. ശ്രീ JR പത്മകുമാർ അങ്ങ് പറയുന്നത് ഒരൊറ്റ മിനിറ്റ്, ഇതിലൊരു ക്ലാരിറ്റി വരുത്തിയതിനു ശേഷം അങ്ങ് രണ്ടാമത്തെ കാര്യം പറഞ്ഞോളൂ. ഇതിലൊരു ക്ലാരിറ്റി വരുത്തിയതിനു ശേഷം അങ്ങ് രണ്ടാമത്തെ കാര്യം പറഞ്ഞോളൂ. അതായത് പോലീസ് ഇടപെടൽ, ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസിന്റെ സ്വർണ്ണവേട്ടയുമായി ബന്ധപ്പെട്ട ഇടപെടൽ കാര്യക്ഷമമാണ് എന്നുള്ളത് കൊണ്ട് ചില ലോബികൾക്ക് സ്വർണ്ണക്കടത്ത് നടത്താൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു. ആ ലോബിയുടെ താല്പര്യപ്രകാരം PV അൻവർ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഉന്നയിക്കുന്ന ആരോപണമാണിത്. അതിനപ്പുറത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനോ P ശശിക്കോ MR അജിത് കുമാറിനോ ഒന്നും ഇതിൽ ഒരു പങ്കുമില്ല എന്നുള്ളതാണ് BJPയുടെ ബോധ്യം. ഞാൻ പറഞ്ഞു വന്നത് നിരവധി ഇഷ്യൂസ് ഉണ്ട്. അതിൽ ഒരെണ്ണം ഇപ്പൊ PV അൻവറിന്റെ പത്രസമ്മേളനത്തിൽ കൂടി വെളിവായത് കാര്യം എന്തുകൊണ്ട് ഇത് പോലീസ് അന്വേഷിക്കുന്നു, കസ്റ്റംസ് അന്വേഷിച്ചാൽ പോരെ. അതിനൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ ഇതേപോലെ കോമ്പൗണ്ട് ചെയ്ത് ഈ ടാക്സ് വെട്ടിച്ച് വന്നതാണെന്ന് പറഞ്ഞു പോകാൻ പറ്റില്ല. അതെന്തുകൊണ്ട് അൻവർ എതിർക്കുന്നു എന്നാണ് ഞാൻ ചോദിച്ചത്. കേൾക്കുന്ന എല്ലാവർക്കും അറിയാം. സമ്മർദ്ദത്തിന് വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും MR അജിത് കുമാറിനെതിരെയും ഒക്കെ PV അൻവർ ആരോപണം ഉന്നയിക്കുന്നത് അതിനു വേണ്ടിയാണ്. അല്ല, ഞാൻ പറഞ്ഞത് ഒരു കാരണം അതാണ് എന്ന് BJP വിചാരിക്കുന്നു. 100 കാരണം ഉണ്ടായിരിക്കാം. ഒരു കാരണം അതാണ് എന്ന് BJP വിചാരിക്കുന്നു. ശരി, BJPയുടെ ശരി, മറ്റാരും BJP നേതാക്കൾ ഇതുവരെ അത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ ക്ലാരിറ്റിക്ക് വേണ്ടി പറഞ്ഞതാണ്. ശരി, ഞാൻ പറഞ്ഞു വന്നത് അൻവർ പറയുന്ന ഒരു കാര്യം, ഇപ്പോ ഈ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ ഈ തിന്മകൾക്കും എതിരായി ഞാൻ പൊട്ടിത്തെറിക്കുന്നു എന്നല്ല അദ്ദേഹം പറഞ്ഞത്. P ശശിയുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രശ്നം മറുനാടൻ സാജനുമെതിരെ പരാതി കൊടുത്തിട്ട് അന്വേഷിച്ചില്ല, അല്ലെങ്കിൽ അത് പോലീസിനെ കൊണ്ട് നടപടി സ്വീകരിച്ചില്ല. അതാണ്. അപ്പൊ നടപടി സ്വീകരിച്ചിരുന്നെങ്കിലോ ഈ ശശി ഇന്നലെ വരെ ചെയ്ത കാര്യങ്ങൾ എല്ലാം ശരിയാണ് എന്ന് അൻവർ സമ്മതിക്കുമായിരുന്നോ? അപ്പൊ അവിടെയാണ് പ്രശ്നം. അവിടെയാണ് നമ്മുടെ ഷാബി ചാലിയോ ഒരാളെ അൻവർ ഐഡന്റിഫൈ ചെയ്യുന്നത് ഒരു വലിയ തിന്മയുടെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് തന്നെ അവരെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്രമേൽ സാമൂഹ്യ വിരുദ്ധരാണ് ഇവരൊക്കെ എന്ന് കണ്ടാണ് ആ നിലപാടെടുത്തത് എന്നുള്ളതാണ് പറഞ്ഞത്. ചെറിയ തട്ട് കോട്ടം വരുമ്പോ വലിയ സാമൂഹ്യ പരിഷ്കർത്താവായി ഇങ്ങോട്ട് വന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഈ പറയുന്നതിൽ ഒരു ആത്മാർത്ഥതയില്ല. ശരി, ശ്രീ ഷാഫി ചാലിയം അങ്ങ് കേട്ടിട്ടുണ്ടാകും അല്ലോ. ഞാൻ എല്ലാവരിലേക്കും വരാം ഇടവേളയ്ക്ക് ശേഷം. അഡ്വക്കേറ്റ് കെ. അരുൺകുമാർ, ഇതിപ്പോ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം PV അൻവറിനെതിരെ പറഞ്ഞ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അനധികൃതമായ ചില സഹായങ്ങൾ ഒരുപക്ഷെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരിക്കാം. P ശശി അതിനോട് വിമുഖത കാണിച്ചപ്പോൾ ചിലത് വിളിച്ചു പറയുന്നു എന്നുള്ളതായിരിക്കാം എന്നുള്ളത് ഒന്ന്. രണ്ടാമത്തേത്, പോലീസിന്റെ ആത്മവീര്യം തകർക്കാൻ വേണ്ടി ഈ പറയുന്ന സ്വർണ്ണക്കള്ളക്കടത്തുമായൊക്കെയായി ബന്ധപ്പെട്ട് പോലീസ് വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു. പോലീസിന്റെ ആത്മവീര്യം തകർക്കുക എന്നുള്ളത് ഒരു ലോബിയുടെ താല്പര്യമാണ്. അതിന്റെ ഭാഗമായി വരുന്ന ആരോപണങ്ങളായിരിക്കാം. ഇത്തരം ആരോപണങ്ങളുടെയൊക്കെ മറുപുറത്ത് നിൽക്കുന്നത് ഒരു ഭരണകക്ഷി MLA ആണ്. അതായത് സംസ്ഥാന സർക്കാരിനെ അതിനെ നയിക്കുന്ന മുന്നണിയുടെ പിന്തുണയോടുകൂടി തിരഞ്ഞെടുപ്പ് ജയിച്ച് അവരുടെ രാഷ്ട്രീയ പിന്തുണ ആർജിച്ച ഒരു ഭരണകക്ഷി MLA എന്തൊക്കെ ലോബിയിങ്ങിന്റെ ഭാഗമാണെന്നാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളോട് പറയുന്നത്. ഇവിടെ ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പേ ഈ CPM-ന്റെ പ്രതിനിധിയെ ഒരു ദിവസം ചർച്ചയിൽ കണ്ടില്ലെങ്കിൽ കോൺഗ്രസ് പ്രതിനിധിക്കും ലീഗ് പ്രതിനിധിക്കും അത്താഴം കഴിക്കാൻ പറ്റില്ല എന്നും രാത്രി കിടന്നുറങ്ങാൻ പറ്റില്ല എന്നുള്ള കാര്യമൊക്കെ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്.
ഞങ്ങൾ ഏത് വിഷയത്തിൽ പ്രതികരിക്കണം, എന്ത് ചർച്ചയ്ക്ക് പോകണമെന്ന് CPM തീരുമാനിക്കണം, അല്ലാതെ കോൺഗ്രസും ലീഗുമല്ല. ഇപ്പോൾ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം വന്നു, അതിലൊക്കെ ഏറ്റവും ശക്തമായി തന്നെ CPMന്റെ പ്രതിനിധി ശക്തമായിട്ട് അഭിപ്രായം പറയേണ്ട വിഷയത്തിലുണ്ട് എന്നാണ് നിങ്ങളുടെ ശ്രദ്ധയിലുള്ളത്. പിന്നെ ഇവിടെ ഇന്ന് മുഖ്യമന്ത്രി ഏതെങ്കിലും തരത്തിൽ ശ്രീ PV അൻവർ ഉന്നയിച്ച പരാതിയുടെ മെറിറ്റിലേക്ക് കടന്നിട്ടില്ല. കാരണം ആ പരാതി അണ്ടർ ഇൻവെസ്റ്റിഗേഷനിലാണ്. ആ ഇൻവെസ്റ്റിഗേഷന്റെ റിപ്പോർട്ട് വരാതെ മുഖ്യമന്ത്രിക്ക് അതിൽ കാര്യം പറയാൻ കഴിയില്ല, ഒരാൾക്കും പറയാൻ കഴിയില്ല. കാരണം കേരളത്തിലെ ഏറ്റവും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ DGPയുടെ നേതൃത്വത്തിലാണ് അന്വേഷിക്കുന്നത്. അതുകൊണ്ട് അത് അന്വേഷണ റിപ്പോർട്ട് വരട്ടെ. റിപ്പോർട്ട് വരുമ്പോൾ ഏതെങ്കിലും തരത്തിൽ തെറ്റുണ്ടായാൽ, ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായാൽ, സർക്കാരിന്റെ പ്രവർത്തനങ്ങളുമായി, ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത ചെയ്താൽ അതിശക്തമായിട്ട് നടപടിയെടുക്കുമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. പിന്നെ മുഖ്യമന്ത്രി രണ്ടാമത് ചൂണ്ടിക്കാണിച്ചത് മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നു, അതുപോലെ തന്നെ പാർട്ടിക്ക് പരാതി നൽകുന്നു. ആ പരാതി പരിശോധനയിലും പരിഗണനയിലും ഇരിക്കുമ്പോൾ വീണ്ടും വീണ്ടും പത്രസമ്മേളനം നടത്തി ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഒരു ഭരണപക്ഷ MLAക്ക് യോജിച്ചതല്ല എന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിക്കുന്ന സാഹചര്യമുണ്ടായി. ആദ്യം പത്രസമ്മേളനം നടത്തി, രണ്ടാമത് പത്രസമ്മേളനം നടത്തി. ആ സമയത്തെല്ലാം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇടപെട്ടു. പറയാനുള്ളത് മുഖ്യമന്ത്രിയോട് പറയാമല്ലോ, ഗവൺമെന്റിന്റെ മുന്നിൽ കൊണ്ടുവരാം, പാർട്ടിക്ക് കൊടുക്കാം. അപ്പൊ അത്തരത്തിലുള്ള വീഴ്ചകൾ കൃത്യമായി ചൂണ്ടിക്കാണിച്ചു. പാർലമെന്ററി പാർട്ടിയിൽ അംഗമാണ്, പാർലമെന്ററി പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്താം, അതിന്റെ സെക്രട്ടറിക്ക്, കൺവീനർക്ക് പരാതി കൊടുക്കുക, അത്തരം വിഷയങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് അവിടെ ഉന്നയിച്ച വിഷയങ്ങളിൽ മെറിറ്റില്ല എന്നല്ല മുഖ്യമന്ത്രി പറഞ്ഞേ. ആ മെറിറ്റ് കൃത്യമായി പരിശോധിക്കും, ഓരോ ആരോപണവും പരിശോധിക്കും. അത് പോലീസിനെതിരായിട്ടുള്ളതോ സർക്കാർ ഏതെങ്കിലും ഗവൺമെന്റ് ജീവനക്കാർക്കെതിരായിട്ടുള്ളോ ഏതെങ്കിലും ഓഫീസിനെതിരായിട്ടുള്ളോ എല്ലാം പരിശോധിക്കും. അത് സമയബന്ധിതമായിട്ട് തന്നെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കും. പക്ഷേ ഭരണപക്ഷ MLA കൃത്യമായി മറ്റു സംവിധാനങ്ങൾ ഉള്ളപ്പോൾ ഓരോ ദിവസവും പത്രസമ്മേളനം നടത്തിയ ആരോപണങ്ങൾ ഉന്നയിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സൂചിപ്പിച്ചത്. രണ്ടാമത് എന്നോട് ചോദിച്ച ചോദ്യം, പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ കള്ളം കാണിക്കുന്നവരും തെറ്റ് കാണിക്കുന്നവരും ഉണ്ടാകാം, ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾക്ക് വിരുദ്ധമായി, നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നവരുണ്ടാകാം. പക്ഷെ പോലീസ് സേനയെ അടക്കം ആക്ഷേപിക്കുന്നത് ശരിയായ രീതിയിലല്ല. ഇപ്പൊ 2-3 ദിവസം മുമ്പ് ഏറ്റവും നന്നായി സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായിട്ടുള്ള അതിക്രമങ്ങൾ തടയുന്ന സൈബർ പോലീസിനുള്ള ഈ രാജ്യത്തെ 1ാം സ്ഥാനം അവാർഡ് ഈ കേരള പോലീസിനാണ് കിട്ടിയത്. ഒരാഴ്ചക്കുള്ളിൽ 3 അവാർഡ് കിട്ടി. അതൊന്നും കോൺഗ്രസ് പ്രതിനിധിയോ ലീഗ് പ്രതിനിധിയോ BJP പ്രതിനിധിയോ ഒന്നും അറിയില്ല, അറിഞ്ഞാൽ തന്നെ അവർ പറയില്ല. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ 1ാം സ്ഥാനത്തെത്തി. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായിട്ടുള്ള സൈബർ ക്രൈമിനെ നിയന്ത്രിക്കുന്ന 1ാമത്തെ സംസ്ഥാനമായി മാറി. ഭക്ഷ്യസുരക്ഷയുടെ കാര്യത്തിൽ, ഏറ്റവും നല്ല ഭക്ഷ്യ വിതരണത്തിന്റെ കാര്യത്തിൽ ഇന്നലെ ഈ കേരളം 1ാം സ്ഥാനത്തെത്തി. തുടർച്ചയായിട്ട് 2ാം തവണയാണ്. ഇപ്പൊ ഞാൻ സൂചിപ്പിച്ചത് അത്തരത്തിൽ മികച്ച പോലീസ് സംവിധാനമാണ് കേരളത്തിലെ. ക്രമസമാധാന പരിപാലനത്തിൽ നമ്മൾ 1ാമതാണ്. പക്ഷേ ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന്മാർ കുറ്റകൃത്യം ചെയ്താൽ അവർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി എടുക്കണ്ടേ? 115ഓളം പോലീസുകാരെയാണ് കഴിഞ്ഞ 8 വർഷത്തിനുള്ളിൽ പുറത്താക്കിയത്. നടപടിയെടുത്ത് സർവീസിൽ നിന്ന് തന്നെ അവസാനിപ്പിച്ച എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോ ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ടുള്ള ആരോപണത്തെ മൊത്തത്തിലുള്ള പോലീസ് സേനയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ, അവരുടെ ആത്മവിശ്വാസം തകർക്കുന്ന തരത്തിലേക്ക് മാറാൻ പാടില്ല. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലെല്ലാം കേരളത്തിന്റെ ബഹുമാനായിട്ടുള്ള മുഖ്യമന്ത്രി വളരെ കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം എന്ന് പറയുന്നത് സുജിത് ദാസ് PV അൻവറുമായി നടത്തിയ ഒരു ടെലിഫോൺ സംഭാഷണം, അത് പുറത്തു വിട്ടുകൊണ്ട് ഇന്നതാ ഇപ്പോൾ PV അൻവർ ആവർത്തിച്ച് പറയുന്നു, അദ്ദേഹം തന്നെ പറയുന്നു, അദ്ദേഹം ജീവിതത്തിൽ ചെയ്ത ഏറ്റവും മോശം എന്ന വാക്കല്ല അദ്ദേഹം ഉപയോഗിച്ചത്, ഞാൻ ഉപയോഗിക്കുന്നത് മോശം എന്നാണ്, ഏറ്റവും മോശം കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ടെലിഫോൺ സംഭാഷണം പുറത്തുവിടുന്നു എന്ന് പറഞ്ഞ് ആ ടെലിഫോൺ സംഭാഷണം പുറത്തുവിടുന്നു. സുജിത് ദാസിനെതിരെ സ്വീകരിച്ച ഡിസിപ്ലിനറി ആക്ഷനിൽ ആ ഓഡിയോ സന്ദേശത്തെക്കുറിച്ച് തന്നെ പറയുന്നുണ്ട്. ഞാൻ ഉത്തരവ് വായിച്ചതാണ്. അപ്പോൾ അതിനകത്ത് പറയുന്നത് മുഴുവൻ പോലീസ് ഫോഴ്സിനെയും അവമതിപ്പുണ്ടാക്കുന്ന തരത്തിൽ ഇൻഡക്റ്റഡ് ആയിരിക്കും എന്നതടക്കം, ജീവിതകാലം മുഴുവൻ ഇൻഡക്റ്റഡ് ആയിരിക്കും എന്നതടക്കം പറഞ്ഞുകൊണ്ട് മുഴുവൻ പോലീസിനും അവമതിപ്പുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു സംഭാഷണം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വന്നു, അത് പ്രചരിച്ചു, അതുകൊണ്ട് ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കുന്നു എന്നുള്ളതാണ്. ഇത് നോക്കൂ, PV അൻവർ MLA അദ്ദേഹത്തിനോട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ഉയർന്ന ഒരു ഉദ്യോഗസ്ഥൻ പറയാണ്, ഞാൻ ജീവിതകാലം മുഴുവൻ കടപ്പാടുള്ള ഒരാളായിരിക്കുമെന്ന്. ഇന്ന് PV അൻവർ പറഞ്ഞതുപോലെ അതിന്റെ പ്രിവിലേജ് എടുത്ത് ജീവിക്കാൻ അദ്ദേഹം തീരുമാനിച്ചിരുന്നെങ്കിൽ എങ്ങനെ പുറത്തു വരും? സുജിത് ദാസിന് ഒരു PV അൻവർ ഇന്നെങ്കിൽ നാളെ മറ്റൊരാളോട് ഇതേ കടപ്പാട് പ്രഖ്യാപിക്കാം. കടപ്പാട് പ്രഖ്യാപിക്കുന്നത് എന്തിനാണ്? വരും കാലത്ത് എന്തുണ്ടായാലും ഞാൻ നോക്കിക്കൊള്ളാം, അനധികൃതമായി കൂടെ നിൽക്കാം എന്ന ഒരു വാക്കാണല്ലോ അത്. അല്ലാതെ ഞാൻ സർവീസിലുള്ള കാലം മുഴുവൻ നല്ല ശക്തിയിൽ സല്യൂട്ട് ചെയ്തേക്കാം എന്നല്ല. അപ്പോ PV അൻവർ ഈ ഓഡിയോ സന്ദേശം പുറത്തുവിട്ടില്ലായിരുന്നെങ്കിൽ എങ്ങനെ അറിയുമായിരുന്നു? അപ്പോൾ അതൊരു കുറ്റകൃത്യം പുറത്തുവിടലാണ്. കുറ്റകൃത്യം പുറത്തുവിട്ട ഒരാളെയാണ് ഇന്ന് മുഖ്യമന്ത്രി അതിന്റെ പേരിൽ കുറ്റം പറഞ്ഞത്, തെറ്റു പറഞ്ഞത്. അത് ശരിയായ ഒരു പ്രവണതയാണോ? അത് ആ രീതിയിലല്ല കാണേണ്ടത്. ഇപ്പോ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ടുള്ള പരാതി കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇമ്മീഡിയറ്റ് സസ്പെൻഷൻ വരും, ചിലവർക്ക് എൻക്വയറിയുടെ ഭാഗമായി തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം സസ്പെൻഷൻ വരും,
ചിലപ്പോൾ അവസാനം ഡിസ്മിസൽ വരും. അത്തരത്തിലാണ് ഇപ്പോൾ സുജിത് ദാസിനെതിരെ വന്നിരിക്കുന്ന ആരോപണങ്ങളിൽ കൃത്യമായി കഴമ്പുണ്ട് എന്ന് ഈ ശരിക്കുമുള്ള ഫോൺ സന്ദേശത്തിന്റെ ഭാഗമായി തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. അതുപോലെ തന്നെ വിജിലൻസ് എൻക്വയറി മറ്റു കാര്യങ്ങൾ നടക്കുന്നു, അത് നിൽക്കട്ടെ. ഇവിടെ മുഖ്യമന്ത്രിയോട് മാധ്യമങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി ഇതിലെ നെല്ലും പതിരും തിരിച്ച് ഇന്നന്ന കാര്യങ്ങൾ ഗവൺമെന്റിന്റെ പരിഗണനയിലാണ്, ഇന്നന്ന കാര്യങ്ങൾ പൊതുപ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ആക്ഷേപകരമാണ്, അതുപോലെ ഇന്നന്ന കാര്യങ്ങൾ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നു, അങ്ങനെ കൃത്യമായിട്ടുള്ള മറുപടിയാണ്. ആരെയെങ്കിലും സംരക്ഷിക്കാനോ ഏതെങ്കിലും തെറ്റ് ചെയ്യുന്നവന് കവചം തീർക്കുവാനോ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നില്ല. ഇപ്പൊ കഴിഞ്ഞ 5-8 കൊല്ലമായി നിരവധി ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നല്ലോ. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. 3 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ജലമെട്രോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ഹൈക്കോടതിയിൽ പോയി. ആ കേസ് തള്ളി പ്രതിപക്ഷ നേതാവിനോട് ഇനി മേലാൽ ആ വഴിക്ക് വരരുതെന്ന് പറഞ്ഞു. AI ക്യാമറയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവ് അഴിമതിയാണെന്ന് പറഞ്ഞു പോയതാണ്. അതുപോലെ തന്നെ ജലമെട്രോ, K-ഫോൺ, AI ക്യാമറ, ഈ 3 കാര്യം, ഈ കേരളത്തിൽ നടന്ന പ്രധാനപ്പെട്ട വികസന പ്രവർത്തനങ്ങൾക്കെതിരെ കോൺഗ്രസ് പോയി. പ്രതിപക്ഷ നേതാവ് പോയാൽ കോൺഗ്രസ് പോയതിന് തുല്യമാണ്. എന്തെങ്കിലും മെറിറ്റ് ഉണ്ടായോ? ഇപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കുറെ ആരോപണങ്ങളൊന്നും ഉന്നയിക്കാം. ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി മനസ്സിലാക്കേണ്ടത്, ഇപ്പോ കെ മുരളീധരൻ നിങ്ങളുടെ ഏറ്റവും തലമുതിർന്ന നേതാവാണ്. അദ്ദേഹം പറഞ്ഞു ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ച് കോൺഗ്രസ് പോയാൽ 3ാം പിണറായി സർക്കാരും അതുപോലെ തന്നെ 4ാം LDF സർക്കാരും ഒക്കെ കാണേണ്ടി വരും, ആജീവനാന്ത പ്രതിപക്ഷമായി കേരളത്തിൽ ഇരിക്കേണ്ടി വരുമെന്ന് 2 ദിവസം മുമ്പ് കെ മുരളീധരൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഈ കാര്യങ്ങളിലെല്ലാം വന്ന് ഈ പുകയടിക്കാം, നുണയടിക്കാമെന്നല്ലാതെ ഒന്നിനും മെറിറ്റില്ല. ഇവിടെ കൃത്യമായിട്ടുള്ള നടപടി ഗവൺമെന്റ് സ്വീകരിക്കും. ഇന്നിപ്പോ പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ച ആരോപണം മാധ്യമങ്ങൾ ഏറ്റുപിടിച്ചതിനെ അടക്കം മുഖ്യമന്ത്രി വിമർശിക്കുന്നു. അതിനൊന്നും ക്രെഡിബിലിറ്റി ഇല്ല എന്ന് ആവർത്തിച്ച് ഭരണപക്ഷം പ്രതിരോധിക്കുന്നതിനിടെയാണ് ഭരണകക്ഷി MLA ഈ ആരോപണങ്ങളുമായി വരുന്നത്. സുജിദാസിന്റെ ഫോൺ സംഭാഷണം പുറത്തുവിട്ടതിന് മുഖ്യമന്ത്രി ഇന്ന് അദ്ദേഹത്തിന്റെ ഒരു മൊറാലിനെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. അങ്ങനെ സംസാരിക്കുന്ന ഓഡിയോ നമ്മളൊക്കെ റെക്കോർഡ് ചെയ്യുന്നവരാണോ? അങ്ങനെയാണോ പൊതുപ്രവർത്തകർ പ്രവർത്തിക്കേണ്ടത് എന്നുള്ളത് ആരറിയുമായിരുന്നു ആ സ്ഥിതി? ഇന്ന് PV അൻവർ ചോദിക്കുന്നത് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തിന് കരഞ്ഞെന്റെ കാലു പിടിക്കണം എന്നുള്ളതാണ്. വളരെ കോമൺ സെൻസോട് കൂടി മനുഷ്യർക്ക് ചിന്തിച്ചെടുക്കാവുന്ന ഒരു കാര്യമാണ് അത്. അതിനെയാണ് തെറ്റും കുറ്റവും പറഞ്ഞത്. അതെങ്ങനെ പുറത്തറിയുമായിരുന്നു എന്നുള്ളതൊരു പ്രശ്നമാണ്. ഈ പറയുന്ന അന്വേഷണങ്ങൾ അതിന്റെ കാലാവധി കഴിയുമ്പോൾ പുറത്തു വരും എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി അതേ ആരോപണങ്ങൾ നേരിടുന്ന ഒരാൾക്ക് മാതൃകാപരമായ പ്രവർത്തനമെന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോ പല ചന്തയിൽ പലതാണ് വില. മാധു, ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുറേ ദിവസങ്ങൾക്ക് മുമ്പ് അൻവർ പറഞ്ഞത് പിണറായി വിജയൻ മുഖ്യമന്ത്രി എനിക്ക് അച്ഛനെ പോലെയാണെന്നാണ്. പക്ഷേ ഇന്ന് അൻവർ പറയുന്നത് എന്താ? പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന അവസ്ഥയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് പിണറായി വിജയൻ എന്നാണ്. മുഖ്യമന്ത്രി തള്ളി പറഞ്ഞാലും തൻ്റെ മനോവീര്യം തകർക്കപ്പെടില്ല എന്ന് അൻവർ പറയുന്നു. ഈ ഒരു ട്രാൻസ്ഫോർമേഷന് ഏകദേശം ഒരു 3 ആഴ്ച സമയമെടുത്തുള്ളൂ. ഇവിടെ CPM-ന്റെ പ്രതിനിധികളെ കാണാത്തത് കൊണ്ട് ഞങ്ങൾക്കാർക്കും അത്താഴം മുടങ്ങുന്നില്ല. പക്ഷേ CPM-ന്റെ ഔദ്യോഗിക പ്രതിനിധികൾ 10-23 ദിവസം അത്താഴം തൊണ്ടയിൽ കുടുങ്ങിയത് കൊണ്ടാണോ ഈ വിഷയത്തെ അഡ്രസ് ചെയ്യാൻ വരാത്തത് എന്നുള്ളതിനെ കുറിച്ച് മറുപടി പറയേണ്ടത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ പാർട്ടിക്കാരോടെങ്കിലും മറുപടി പറയേണ്ടതാണ്. അത് വേറൊരു വിഷയമാണ്. ഞാൻ പരത്തി പറയുന്നില്ല. അല്ല കുഴപ്പമില്ല അരുണേ, ഞാൻ താങ്കളുടെ വാദം വിട്ടു, ഞാനത് വിട്ടു. കാരണം താങ്കൾക്ക് സ്ഥിരമുള്ള പരിപാടി അതുമ വിട്ടു. ഞാൻ ചോദിക്കുന്നത്, പരാതിയിൽ സമയബന്ധിതമായിട്ട് നടപടിയെടുക്കും അല്ലോ മുഖ്യമന്ത്രി. ഈ സമയം ബന്ധിതം എന്ന് പറഞ്ഞാൽ എന്താ? കേരളത്തിന്റെ സാംസ്കാരിക ഉത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള തൃശ്ശൂർ പൂരം കലക്കിയതിന്റെ റിപ്പോർട്ട് ഒരാഴ്ചക്കകം വേണമെന്ന് പറഞ്ഞിട്ട് 5 മാസം കഴിഞ്ഞിട്ടും കിട്ടാതെ വന്നപ്പോൾ അവിടെ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥി വിവരാവകാശം കൊടുക്കുകയും ആ വിവരാവകാശ റിപ്പോർട്ട് കൊടുത്ത ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. ആ സമയബന്ധിതമായിട്ട് റിപ്പോർട്ട് കിട്ടിയോ നിങ്ങളുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക്? അങ്ങനെ ഒരു റിപ്പോർട്ട് നിങ്ങൾക്കുണ്ടോ? ഈ പറഞ്ഞ പൂര കമ്മിറ്റിക്കാരുടെ മൊഴിയെടുത്ത മൊഴിപ്പകർപ്പയുടെ അരുണേ മറുപടി പറയണ്ടേ? പിന്നെ നിങ്ങൾ പറഞ്ഞ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായിട്ടുള്ള അന്വേഷണത്തിൽ വലിയ നിലപാടെടുത്തതിന്റെ പേരിൽ 1ാം സമ്മാനം കിട്ടിയെന്ന് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആരാ? CKP പത്മനാഭൻ പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഒരു കുറ്റകൃത്യത്തിന്റെ പേരിൽ, ചോദ്യം ചെയ്തതിന്റെ പേരിൽ രോഗിയാക്കപ്പെട്ടു എന്ന് പറയുന്ന CKP പത്മനാഭൻ ഇപ്പോഴും നിങ്ങളുടെ പാർട്ടിയിലുണ്ട്. CKP പത്മനാഭൻ ആരോപണം ഉന്നയിക്കുന്ന വ്യക്തിയാണ് P ശശി. ഇതേ P ശശിക്കെതിരെയാണ് അൻവർ ആരോപണം ഉന്നയിക്കുന്നത്. നിങ്ങൾ ആരോപണം ഉന്നയിച്ച് കണ്ട് പോലീസുകാരുടെ മനോവീര്യം തകർക്കുന്നു എന്ന് പറയാം. കേരള പോലീസ് അങ്ങനെ ആരെങ്കിലും വന്ന് ആരോപണം ഉന്നയിച്ചാൽ മനോവീര്യം തകർക്കപ്പെടുന്ന ഏജൻസിയാണ് എന്നാണ് നിങ്ങൾ പറയുന്നത്. പിണറായി വിജയന്റെ കല്ലേ പിളർക്കുന്ന കൽപ്പന കേട്ട് ചൊൽപ്പടിക്ക് നിൽക്കുന്ന പോലീസ് വല്ലവരും ഉന്നയിക്കുന്ന ആരോപണം കേട്ടാൽ മനോവീര്യം തകർക്കപ്പെടുമെന്ന് പറഞ്ഞാൽ CPM-ന്റെ പ്രതിനിധിയായിട്ട് വരുന്ന അരുൺകുമാർ പറയുന്നത് പോലീസിന് അത്രത്തോളം വിലയുള്ളൂ എന്നാണോ? മാങ്ങ മോഷ്ടിക്കുകയും മാല മോഷ്ടിക്കുകയും ചെയ്യുന്ന പോലീസുകാരുടെ നിലവാരത്തിലൊക്കെയാണോ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മൊത്തത്തിൽ പോയിരിക്കുന്നത്? നിങ്ങൾ അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്? അൻവറിന്റെ ആരോപണത്തിൽ മനോവീര്യം തകർക്കപ്പെടുമെന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ ഉന്നയിക്കുന്നത്? പിന്നെ
അല്ല ഒന്നാമതായിക്കോട്ടെ അരുൺകുമാറെ, അല്ല അരുൺകുമാറെ ഞാൻ പറയട്ടെ, താങ്കൾക്ക് ഒരു മര്യാദയില്ല, താങ്കൾക്ക് ഒരു ചർച്ചയിൽ ഒരു മര്യാദയില്ല. താങ്കൾ എന്തിനാ ഇത്ര വിഷമിക്കണേ? താങ്കൾ എങ്ങനെ ഇത്ര വിഷമിക്കണേ? ഞാൻ എന്റെ ഭാഗങ്ങൾ പറയുമ്പോൾ, അല്ല ഞാൻ എന്റെ വാദങ്ങൾ പറയുമ്പോൾ താങ്കൾ എന്തിനാ വിഷമിക്കണേ? താങ്കൾക്ക് ഇത്ര അധികം പറയാനുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വരുമായിരുന്നു, വന്നില്ലല്ലോ. നിങ്ങൾ മൂന്നാം പിണറായി സർക്കാരിനെ കുറിച്ച് പറയുന്നു. മൂന്നാം പിണറായി സർക്കാർ വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. പക്ഷേ കേരളത്തിന്റെ CPM സംസ്ഥാന സെക്രട്ടറിക്ക് പോലും തൃപ്തിയില്ലത്രേ ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിന്റെ പ്രവർത്തനങ്ങളിൽ. ADGP MR അജിത് കുമാർ RSSന്റെ നേതാക്കന്മാരെ കണ്ടത് എന്തിനാണെന്ന് പറയാൻ CPM പ്രതിനിധിയായിട്ടുള്ള അരുൺകുമാറിന് ഇന്ന് പറ്റുമോ? ഈ 10-23 ദിവസങ്ങൾക്ക് ശേഷം താങ്കൾക്ക് ധൈര്യമുണ്ട് ആ വിഷയത്തെ അഡ്രസ് ചെയ്യാൻ? MR അജിത് കുമാർ എന്ന് പറഞ്ഞ പിണറായി വിജയന്റെ കൽപ്പന അനുസരിച്ച് പ്രവർത്തിക്കുന്ന ADGP RSS നേതാക്കന്മാരെ രഹസ്യ സന്ദർശനം നടത്തി കണ്ടത് എന്ത് സ്വകാര്യ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണെന്ന് പറയാൻ താങ്കൾക്ക് ഈ ചർച്ചയിൽ പറ്റുമോ? ഞാൻ എന്റെ വാദം നിർത്തുക, എന്റെ സമയം താങ്കൾക്ക് തരാം, മറുപടി പറയും. അരുൺ മറുപടി. അതായത് ADGP RSS നേതാവിനെ പോയി കണ്ടത് എന്തിനാണെന്ന് ഞാൻ പറയണം എന്നതാണ് ഇദ്ദേഹത്തിന്റെ ചോദ്യം. അതൊക്കെ അന്വേഷണം നടക്കുന്നുണ്ട്, കൃത്യമായി റിപ്പോർട്ട് വരും, കൃത്യമായിട്ട് നടപടി ഉണ്ടാവും. ഇതൊക്കെ കാത്തിരിക്കാം. നിങ്ങൾ ആദ്യം K മുരളീധരൻ പറഞ്ഞ വാചകം ഉണ്ടല്ലോ 2 ദിവസം മുമ്പ്, ഈ മാതൃഭൂമിയുടെ ആർക്കൈവിലൊക്കെ ഉണ്ടാവും. K മുരളീധരൻ നിങ്ങളുടെ നേതാവ്, അത് പറയാൻ പാടില്ല, അത് പറയാൻ പാടില്ല, മറുപടി പറയും. മറുപടി പറയുന്നത് എന്തിനാണ് ADGP MR അജിത് കുമാർ RSS നേതാക്കന്മാരെ കണ്ടത്? മറുപടി പറയും. CPM മറുപടിയില്ലേ? പ്രകാശ് ജാവദേക്കർ അന്വേഷണത്തിന് ശേഷം അതിൽ നിലപാട് പറയാനായിരുന്നു എങ്കിൽ ഇത് ആഭ്യന്തര വകുപ്പ് അങ്ങനെ ഒരു വിവരം കിട്ടിയതിന്റെ പേരിൽ സ്വന്തമായി അന്വേഷണത്തിന് ഉത്തരവിട്ടതല്ല. ഇത് ഇപ്പോൾ പുറത്തു വന്ന വിവാദങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം എത്രയോ മാസങ്ങൾക്ക് മുൻപ് നടന്ന കൂടിക്കാഴ്ചയാണ്. അപ്പോഴൊന്നും അന്വേഷണം വേണമെന്ന് തോന്നിയില്ല. ഇപ്പോൾ പുറത്തു വന്ന വിവാദങ്ങളുടെയും വെളിപ്പെടുത്തലുകളുടെയും പശ്ചാത്തലത്തിൽ മാത്രമാണ് അന്വേഷണം എന്നുള്ളത് കൊണ്ട് അതിൽ വലിയ വേദനയില്ല എന്ന കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ വിമർശനമായി ഉയർന്നതാണ്. അതിലേക്ക് ഇനി പോകേണ്ടതില്ല. ശ്രീ ഷാഫി ചാലിം, ഞാൻ അങ്ങേലേക്ക് വരാം. ഇടവേള. ശ്രീ ഷാഫി ചാലിം, ഇന്ന് ഏറ്റവും കൂടുതൽ കൗതുകത്തോടെ കേട്ട ഒരു കാര്യം PV അൻവർ പറഞ്ഞത് എന്നെ വേണ്ടെങ്കിൽ ഞാൻ വേറെ വഴി നോക്കും എന്നുള്ളതാണ്. ഈ വിവാദങ്ങളെല്ലാം ഉള്ളപ്പോൾ അദ്ദേഹം ഫേസ്ബുക്കിൽ മാറി മാറി കുത്തിയ കുറെ ചെങ്കൊടികളുണ്ട്. അതിനപ്പുറത്തേക്കുള്ള എന്ത് രാഷ്ട്രീയ വഴിയായിരിക്കും അദ്ദേഹം കാണുന്നത് എന്നാണ് അങ്ങ് വിചാരിക്കുന്നത്? KT ജലീലിന് മുന്നിലുള്ള മറുപടി അല്ലെങ്കിൽ വഴി എന്തായിരിക്കുമെന്നാണ് അങ്ങ് വിചാരിക്കുന്നത്? ഞാനതിന് മറുപടി പറയാം. അതിനു മുമ്പ് മിസ്റ്റർ പത്മകുമാർ ഇവിടെ എനിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണമുണ്ട്, ഞാൻ PV അൻവറിനെ വല്ലാതെ പിന്തുണയ്ക്കുന്നുവെന്ന്. ഇപ്പോൾ ഈ ചർച്ചയിൽ, ഇതുപോലുള്ളൊരു ചർച്ചയിൽ ഇരുന്നു കൊണ്ട് പത്മകുമാർ പറയാണ് വയനാട് ദുരന്തം അതൊരു ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞാൽ ഞാനതിനെ പിന്തുണയ്ക്കും. പത്മകുമാറുമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പൊരുത്തല്ലത്. ആ പാർട്ടി അത് പറയില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ഇവിടെ അൻവർ ഉയർത്തിയ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ നേരത്തെ അതിൽ പകുതിയും ഞങ്ങൾ ഉയർത്തിയതാണ്. ഇപ്പോൾ ഈ ഉയർത്തിയ പ്രശ്നങ്ങളിൽ ഇന്ന് പുതിയ രൂപം വന്നിട്ടുണ്ട്. അപ്പോൾ അൻവർ ഉയർത്തിയ പ്രശ്നങ്ങൾക്ക് ആരാണ് മറുപടി പറയുക? ഈ അരുൺകുമാർ ഒന്നും വിടുന്നില്ല. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും കൃത്യമായി മനുഷ്യന് ബോധ്യമാകുന്ന മറുപടി പറയുന്നില്ല. അതാണ് ഞാൻ ഇവിടെ ഉന്നയിച്ചത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ അരുൺകുമാർ ഇവിടെ പറഞ്ഞു 114 ഉദ്യോഗസ്ഥരെ പുറത്താക്കി. ആ 114 പോലീസുകാരുടെ പേര് പുറത്തുവിടാൻ നിങ്ങൾ തയ്യാറുണ്ടോ? അതിലൊന്ന് IPS വിജയനാണ്, മുമ്പ് കോഴിക്കോട് കമ്മീഷണറായിരുന്ന ആൾ. എലത്തൂർ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പത്രങ്ങൾക്ക് വാർത്ത ചോർത്തിയെന്ന് പറഞ്ഞിട്ടാണ്. ഒരു ഉദ്യോഗസ്ഥനാരാ? ഈ വിവരാവകാശ പ്രകാരം സുനിൽ കുമാറിന് മറുപടി കൊടുത്തവനാ. മറ്റൊരു ഉദ്യോഗസ്ഥൻ്റെ പേര് ഞാൻ പറഞ്ഞില്ല. മലപ്പുറം ജില്ലയിലെ വള്ളിക്കുന്ന് സ്വദേശിയായ ഒരു പോലീസുകാരൻ ഈ സുജിത് ദാസിൻ്റെ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിവരം മുഖ്യമന്ത്രിക്ക് മെയിൽ ചെയ്തു. 9 മണിക്കൂറിനുള്ളിൽ സസ്പെൻഷൻ നടത്തി. ഇവർ പറഞ്ഞല്ലോ കോടതിയിൽ പോയി കളയാറിയും. അപ്പോൾ അത് സസ്പെൻഡ് ചെയ്തല്ലോ. ഈ മരമുറി കേസ് തന്നെ ഈ ആരാ പരാതിപ്പെട്ടത്? ഒരു മുൻ SI ആണ്, സസ്പെൻഡഡ് SI. ഈ പുറത്താക്കിയ ആളുകൾ ആരെയായി 114 അതിൽ 95% ഈ കള്ളക്കടത്ത് സ്വർണ്ണ കൊലപാതക മാഫിയ എന്ന് അൻവർ ആരോപിച്ച ഈ ടീമാണ്. ഇവർക്ക് അന്വേഷണമൊന്നും വേണ്ട പുറത്താക്കാൻ. അപ്പോൾ ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, സാജൻസ്കറിയ വിഷയം പറഞ്ഞപ്പോൾ ഇപ്പോൾ പത്മകുമാറും അരുൺകുമാറും എന്താണ് ഞങ്ങളുടെ നാട്ടിൽ ഭാഷ ഡാച്ചമ്മൽ ആച്ചാച്ച എന്ന് പറഞ്ഞതുപോലെ എന്തോ ഒരു ഐക്യത്തില്ല. അപ്പോൾ ഇവിടെ നിന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ ആരോ ഉയർത്തിയപ്പം നമ്മുടെ അരുൺകുമാറിനേക്കാളും പരിചയപ്പെടുന്നത് നമ്മുടെ സുഹൃത്ത് പത്മകുമാറാണ്. കാരണം എന്താ, ഇവിടെ മൂന്നാം പിണറായി സർക്കാരും ഇവിടെ വരണമെന്ന് ആഗ്രഹിക്കുന്നത് BJP ആണ്. മനസ്സിലാക്കണം. കാരണം BJP ആണ് 2016 തൊട്ട് കേരളം ഭരിക്കുന്നത്. ഒരു സംശയം വേണ്ട. കാരണം കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള കേസ് എടുക്കുക. ഇവരെ പാർട്ടിയിലേക്ക് വന്ന ഒരു ഷുക്കൂർ വക്കീലുണ്ട്. ഈ ഷുക്കൂർ വക്കീൽ കൊടുത്തൊരു കേസുണ്ട്. ഒരു മുസ്ലിം പണ്ഡിതരെതിരെ കേസ് കൊടുത്തു, വിദ്വേഷ പ്രസംഗം നടത്തിയാണ്.
ശശികലയ്ക്കെതിരെയും കേസ് കൊടുത്തു. ആ 2 കേസിൽ ആ മുസ്ലിം പണ്ഡിതനെതിരെ UAPA ചുമർത്തി അയാൾക്കെതിരെ നടപടിയെടുത്തു. ശശികലിനെ ഇതുവരെ കോൾ ഫോർ പോലും ചെയ്തിട്ടില്ല. ഇപ്പം അയാൾ നിങ്ങളെ പാർട്ടിയിലാണ്, ഞങ്ങളെ പാർട്ടിയിലുണ്ടാകുന്ന സമയത്താണ് പരാതി കൊടുക്കുന്നത്. എന്താ ഇതിന് കാരണം? 2016 തൊട്ട് ഇവിടുത്തെ പോലീസ് അതായത് പറഞ്ഞില്ലേ, കേരളത്തിൽ എന്തെങ്കിലും ഒരു വിദ്വേഷ പ്രസംഗത്തിനൊരു കേസ് എവിടെയെങ്കിലും എടുത്തിട്ടുണ്ടോ? ഈ കേരളത്തിൽ എന്തെല്ലാം വിദ്വേഷ പ്രസംഗങ്ങൾ ഇവിടെ നടന്നു? പോലീസ് നിശ്ചേഷ്ടമായി നോക്കി നിൽക്കുക. എന്താ ഇതിന് കാരണം? ഇവിടുത്തെ പോലീസിനെ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? അതാണല്ലോ ഞാൻ പറഞ്ഞ ഈ സാജൻ സ്കറിയ എന്ന മറുനാടൻ വിഷം കർമ്മ, അതേമാതിരി സീഡ് TV, ഒരുപാട് ഈ വിഷം ഛർദ്ദിക്കുന്ന ഒരുപാട് ചാനൽ പറയുന്നത് ഒരു വിരലനക്കുന്നുണ്ടോ? ഒരു കേസ് പോലും എടുത്തിട്ടില്ല. അല്ല മിസ്റ്റർ ശാലിയം, കൃത്യമായി ജനങ്ങൾക്കറിയാലോ, ഈ മാറാട് കലാപം നടക്കുമ്പോൾ തീ തുപ്പുന്ന പ്രസംഗം നടത്തിയ പ്രവീൺ തൊഗാഡിക്കെതിരായിട്ടുള്ള കേസ് പിൻവലിച്ചതാരാ? അതുപോലെ തന്നെ കുമ്മനം രാജശേഖരനെതിരെ രജിസ്റ്റർ ചെയ്ത 100 കണക്കിന് കേസുകൾ പിൻവലിച്ചതാരാ? MG കോളേജിൽ പോയി ആക്രമണം നടത്തി പോലീസുകാരെ ബോംബെറിഞ്ഞ് കൊല്ലാൻ നോക്കിയ നിരവധി BJPക്കാർക്കെതിരായിട്ടുള്ള ആവശ്യപ്പെടാൻ കഴിയോ? എല്ലാവരും കൂടി പറഞ്ഞാൽ ആരെങ്കിലും പറയുന്ന കാര്യത്തിലെ അരാഷ്ട്രീയതയോ അല്ലെങ്കിൽ നിയമലംഘനമോ ചൂണ്ടിക്കാണിക്കാൻ എനിക്ക് കഴിയില്ല. അത് കേരളത്തിലെ ഈ തല്ലിപ്പൊളി BJP നേതാക്കളായിട്ടല്ല, അതൊക്കെ കേന്ദ്രത്തിലെ വൻ മരങ്ങളായിട്ടാ. ശരി, ഓക്കെ. പത്രസമ്മേളനം ഒന്നുകൂടെ കേട്ടാൽ മതി. അല്ലെങ്കിൽ ജാവദേക്കർ എന്തിനാ EP ജയരാജനെ വിട്ടുചേർച്ചത്? പേരക്കുട്ടിക്ക് കല്യാണം നിശ്ചയിക്കാൻ പോയതാ? അതൊന്നും പറയുമ്പോൾ നേതാക്കളെ കാണുമ്പോൾ BJP നേതാവിന്റെ വീട്ടിലേക്ക് പ്രവാസ് ജാവദേക്കർ ഇന്ന് വരെ പോയിട്ടില്ല. ഒരു ജനാധിപത്യ രീതിയിലെ തെരഞ്ഞെടുപ്പിലൂടെ ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ അഖിലേന്ത്യാ ഈ സംസ്ഥാനമായ വിദ്വേഷം ഉണ്ടാക്കുന്നതും അതിന് ഈ ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും മുഖംമൂടി അണിഞ്ഞുകൊണ്ട് പുറകിൽ നിൽക്കുന്ന ചാലിയത്തിന്റെ പാർട്ടിയാണ്. അതെല്ലാവർക്കും അറിയാം. നിങ്ങൾ ഇന്നുവരെ ഏതെങ്കിലും ഒരു ഈ മത തീവ്രവാദികൾ നടക്കുന്ന പ്രവർത്തനത്തെ തള്ളി പറഞ്ഞിട്ടുണ്ടോ? ഞാൻ 100 അയച്ചു തരാം നിങ്ങൾക്ക് വിദ്വേഷ പ്രസംഗങ്ങൾ. ഇതുവരെ വേണ്ടി നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെടാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ? പിന്നെ എല്ലാ കാര്യത്തിനും RSS നടപടി ചേർത്താൽ അതിനൊരു പിന്തുണ കിട്ടുമെന്നുണ്ടായിരുന്നത് പണ്ട്. ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് RSS നടപടി ചേർത്താൽ അതിന് ജനപിന്തുണ കിട്ടുമെന്നുള്ളത് അതൊക്കെ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കി. ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസം സാധാരണ ഓക്കെ. ശ്രീ അരുൺകുമാർ, അങ്ങനെ അതായത് മതവിദ്വേഷത്തിന്റെ പേരിലാണെങ്കിലും പ്രകോപനപരമായ പ്രസംഗങ്ങളുടെ പേരിലാണെങ്കിലും ഒക്കെ ഇത്തരത്തിൽ ഇടപെടലുകൾ നടത്തി അതിനൊക്കെ കുടപിടിക്കുന്നവർക്ക് സംരക്ഷണം ഒരുക്കുന്ന നിലപാടാണോ CPM-ന്റേത്? അങ്ങനെയാണ് ആരോപണം. അല്ല, ഒരിക്കലും ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയെയും ശക്തമായി നേരിട്ടുകൊണ്ട് വർഗീയതയ്ക്ക് ബദൽ വർഗീയതയല്ല, മാനവികതയും മനുഷ്യ സ്നേഹമാണെന്ന് ഊന്നിക്കൊണ്ടുള്ള ശക്തമായിട്ടുള്ള പ്രവർത്തനമാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ചരിത്രത്തിൽ ആദ്യമായി ഞങ്ങൾക്ക് ഭരണ തുടർച്ച കിട്ടിയതും ഇനി ഞങ്ങൾ ആ തുടർച്ചയോടെ ഈ കേരളത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നതും. കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞല്ലോ, സഖാവ് പിണറായി വിജയൻ ജനങ്ങളിൽ നിന്ന് അകലുന്നു. അല്ല, ഒറ്റ മിനിറ്റ്. സഖാവ് പിണറായി വിജയൻ ജനങ്ങളിൽ നിന്ന് അകലുന്നു. അതുപോലെ തന്നെ PV അൻവർ LDF-ൽ നിന്ന് പോകുന്നു. അതൊക്കെ വ്യാമോഹം മാത്രമാണ്. സഖാവ് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി തുടരുകയും ചെയ്യും. അതുപോലെ PV അൻവർ ഇടതുപക്ഷത്തിന്റെ ശക്തനായിട്ടുള്ള MLA ആയി തുടരുകയും ചെയ്യും. ഒരു വ്യാമോഹവും വേണ്ട. കൂടിക്കാഴ്ചയെ പറ്റി ഇപ്പോഴാണ് അന്വേഷണം പ്രഖ്യാപിക്കുന്നത്. എന്തുകൊണ്ടാണ് അതിൽ അന്വേഷണവും നടപടിയും വേണമെന്ന് നേരത്തെ തോന്നാതിരുന്നത്?
അല്ല, ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അതിശക്തമായിട്ടുള്ള നടപടിയാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള എൻക്വയറിയാണ് നടക്കുന്നത്. നിയമത്തിന്റെ വഴി നാണമില്ല അരുൺകുമാറെ, നാണമില്ലേ? ഗവൺമെന്റിന്റെ ഭാഗമല്ല പിണറായി വിജയൻ എന്ന് പറഞ്ഞ ആഭ്യന്തര വകുപ്പ് മന്ത്രി. 15 മാസം മുമ്പ് പറഞ്ഞിട്ട് ഇപ്പോഴാണ് ശ്രദ്ധയിൽപ്പെട്ട് 12 ഉപദേശകരില്ലേ? അല്പെങ്കിലും നാണവും മാനവും വേണ്ടേ? ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഈ ഒച്ചപ്പാടുണ്ടാക്കിക്കോ. നിങ്ങൾ ആദ്യം കെ മുരളീധരനെ മനസ്സിലാക്കിപ്പിക്കേ. കെ മുരളീധരനെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കിപ്പിക്കേ. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം നിയമത്തിന്റെ ഭാഗമായി റിപ്പോർട്ട് കിട്ടിയിട്ടും ഈ വിഷയം ഉദ്യോഗസ്ഥന്മാരാണ് കേസ് അന്വേഷിക്കുന്നത്. ഇപ്പോഴാണ് നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതെങ്കിൽ RSSന്റെ 3 നേതാക്കൾ പരിവരിയായി വരുന്ന സമയത്ത് സംസ്ഥാനത്തിന്റെ ക്രമസമാധാന നിങ്ങൾ പഠിപ്പിക്കേണ്ട. നിങ്ങൾ ഈ ഒച്ചപ്പാട് ബഹളമൊക്കെ ഉണ്ടാക്കി നടന്നോ? നിങ്ങളുടെ ഗതി ഇത് തന്നെയാണ്. ആജീവനാന്ത പ്രതിപക്ഷമായിട്ട് നിങ്ങൾക്ക് തുടരാം. PV അൻവറിന്റെ ഇന്റലിജൻസ് സംവിധാനത്തിന് ഒരു നിങ്ങൾക്ക് പിണറായി വിജയൻ അഭിമാനവും ആഭരണമാണ് ചുമന്നുകൊണ്ട് നടന്നു.